ഹല്ലേലൂയ ന്യൂസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഇവിടെ അപൂർവമായ ഒരു സംഗമമാണ്. അതായത് ഈ മൂന്ന് പേരെ പരിചയപ്പെടുത്തുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. ഇത് കർത്താവിൻ്റെ ദാസൻ KV ഏബ്രഹാം, പാസ്റ്റർ KV ഏബ്രഹാം. അദ്ദേഹം രാജസ്ഥാനിലെ ഒരു പൈനിയർ മിഷണറിയാണ്. രാജസ്ഥാനിൽ ആരംഭിച്ച ഫിലദൽഫിയ ഫെലോഷിപ്പ് ചർച്ച്, അതായത് പാസ്റ്റർ തോമസ് മാത്യുവിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഫിലദൽഫിയ ഫെലോഷിപ്പ് ചർച്ചിൻ്റെ തുടക്കം മുതൽ പാസ്റ്റർ തോമസ് മാത്യുവിനോടൊപ്പം പ്രവർത്തിക്കുകയും ദീർഘകാലം ആ സഭയുടെ വൈസ് പ്രസിഡന്റായി സേവനമനുഷ്ഠിക്കുകയും ചെയ്ത വ്യക്തിയാണ്. ഇത് അദ്ദേഹത്തിൻ്റെ മകൻ വില്ലി ഏബ്രഹാം പാസ്റ്ററാണ്. അദ്ദേഹവും ആ അടുത്ത തലമുറയിൽപ്പെട്ട പാസ്റ്റർ വില്ലി ഏബ്രഹാമിൻ്റെ മകൻ വിൽസൺ ഏബ്രഹാം പാസ്റ്ററാണ്. അപ്പോൾ ഈ മൂന്ന് പാസ്റ്റർമാരുടെ കൂടെയാണ് ഞങ്ങൾ രണ്ടുപേരും ഇരിക്കുന്നത്. എൻ്റെ കൂടെ സ്നേഹിതൻ കുര്യൻ ഫിലിപ്പ് ഉണ്ട്. ഷിക്കാഗോയിലെ പാസ്റ്റർ വില്ലി ഏബ്രഹാമിൻ്റെ ഭവനത്തിലാണ് ഞാനിപ്പോൾ ആയിരിക്കുന്നത്. ഇനി ഈ കുടുംബത്തെ പരിചയപ്പെടുത്താം. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ ചരിത്രം ആദ്യം മുതൽ പരിശോധിക്കുമ്പോൾ അതിൻ്റെ ആരംഭ പിതാക്കന്മാരുടെ ലിസ്റ്റിൽ, അതായത് 8 പേർ ചേർന്നാണ് ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയ്ക്ക് തുടക്കം കുറിക്കുന്നത്. തെന്നിന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ എന്ന പേരിൽ അറിയപ്പെടുന്ന അതിൻ്റെ ആദ്യ രൂപം, IPCയുടെ ആദ്യ രൂപം, അത് രൂപപ്പെടുത്തുന്ന 8 പേരിൽ ഒരാളാണ് ചേത്തക്കൽ ഗീവർഗീസ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന പാസ്റ്റർ PT വർഗീസ്. ഈ PT വർഗീസിൻ്റെ 4 തലമുറ, അല്ലെങ്കിൽ PT വർഗീസ് ഉൾപ്പെടെയുള്ള 4 തലമുറകൾ ഇന്നും കർത്താവിൻ്റെ മഹത്വമുള്ള ശുശ്രൂഷയിലായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തലമുറകളിലേക്ക് വ്യാപരിക്കുന്ന ദൈവകൃപയുടെ ആ പ്രദർശനമാണ് നമ്മൾ ഇവിടെ വെച്ച് കാണുന്നത്. അപ്പോൾ ഇവിടെ ഞങ്ങൾ സംസാരിക്കുവാൻ പോകുന്നത് PT വർഗീസ്, പാസ്റ്റർ PT വർഗീസിനെ കുറിച്ച്, അല്ലെങ്കിൽ ചേത്തക്കൽ ഗീവർഗീസ് എന്ന ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ ആരംഭകരിൽ ഒരാളെക്കുറിച്ച്, ഒപ്പം അവർ ആ തലമുറയായി ദൈവകൃപയിൽ നിൽക്കുന്നതിനെക്കുറിച്ച്, അവരുടെ ജീവിതാനുഭവങ്ങളെക്കുറിച്ചൊക്കെയാണ് നമ്മൾ സംസാരിക്കുവാൻ പോകുന്നത്. പ്രധാനമായിട്ടും ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ നിരവധി കുടുംബങ്ങളുടെ ഒരു കൂട്ടായ്മയാണ്, ആയാണ് ആരംഭിക്കുന്നത്. അല്ലെങ്കിൽ അതിന് തുടക്കം കുറിച്ച അനുഗ്രഹീതമായ ചില കുടുംബങ്ങളുണ്ട്. അതിലൊരു കുടുംബമാണ് കൈതമംഗലം ഫാമിലി. ആ കൈതമംഗലം ഫാമിലിയാണ് ഇപ്പോൾ നമ്മുടെ മുൻപിലുള്ള ഈ 4 തലമുറ. ഞാൻ ഈ പറയുന്ന ഇവിടെയുള്ള 3 പേരും PT വർഗീസ് എന്ന് പറയുന്ന അനുഗ്രഹീതനായ ദൈവദാസൻ ഉൾപ്പെടുന്ന ഈ 4 തലമുറ, അവരുടെ ചരിത്രമാണ് നമ്മൾ പറയുവാൻ പോകുന്നത്. എല്ലാവരെയും ഒരിക്കൽ കൂടെ ഈ സംഭാഷണത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഓക്കെ, അപ്പച്ചനിൽ നിന്ന് പാസ്റ്റർ KV ഏബ്രഹാമിൽ നിന്ന് തുടങ്ങാം. പാസ്റ്റർ KV ഏബ്രഹാം ഇപ്പോൾ 93 വയസ്സുണ്ട്. 93 വയസ്സ് ആണോ അച്ഛാ? അതെ അതെ. ഓക്കെ, ഈ 93 വർഷം പുറകോട്ടൊന്ന് ചിന്തിച്ചാൽ അച്ഛൻ എന്തോ പറയാനുള്ളത്? ഞാൻ എൻ്റെ മാതാപിതാക്കൾ എനിക്ക് ജനനം തന്നത് എൻ്റെ ഓർമ്മ അതിലും ഞാൻ ജനിച്ചതും റാന്നി എന്നു പേരായിരിക്കുന്ന സ്ഥലത്ത് ആണ് ഞാൻ ജനിക്കുന്നത്. എൻ്റെ മാതാപിതാക്കൾ മാരാമണ്ണമെന്ന് വന്ന് ആയിരുന്നു ചേത്തക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത്. അവിടെ പാർക്കുന്ന കാലത്താണ് ഞാൻ ജനിക്കുന്നത്. അല്പ വ്യത്യാസം അവിടുന്ന് മാറും. എൻ്റെ അപ്പൻ സുവിശേഷ വേലയുമായിട്ട് കുന്നംകുളം പട്ടണത്തിൽ ശുശ്രൂഷയിലായിരിക്കുന്ന കാലത്താണ് ഞാൻ കുന്നംകുളം പട്ടണത്തിൽ അപ്പച്ചനായിരിക്കുന്ന സഭയിൽ വച്ച് എന്നെ എൻ്റെ മാതാവ് ജനനം തരുന്നത്. ആ സമയത്ത് വെച്ചാണോ? കുന്നംകുളത്ത് വെച്ചാണ്. കുന്നംകുളത്ത് IPCക്ക് പഴയ ഒരു ചർച്ചുണ്ട്. ഇന്നും ആ ചർച്ച് വളരെ സജീവമാണ്. ആ സഭയിൽ കർത്താവിൻ്റെ ദാസൻ ഐസക് മാഷൊക്കെ ഉള്ള സഭ, PT വർഗീസ് എന്ന് പറയുന്ന അനുഗ്രഹീതനായ ദൈവദാസൻ അവിടെ പോയി ശുശ്രൂഷിക്കുന്ന കാലഘട്ടത്തിലാണ് അപ്പച്ചൻ ജനിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ 93 വയസ്സുണ്ട്. അതായത് 93 വർഷം മുൻപ് IPCയുടെ തുടക്ക കാലഘട്ടം, അതായത് IPC ആരംഭിച്ചിട്ട് 7-8 വർഷമാകുന്ന ആ കാലഘട്ടത്തിൽ കർത്താവിൻ്റെ ദാസൻ അവിടെ ഉണ്ടായിരുന്നു, അവിടെ ജനിക്കുകയാണ്. ഇതാണ് നമ്മൾ ഇതിൻ്റെ ഒരു തുടക്കമായിട്ട് ആരംഭമായിട്ട് പറയാൻ സാധിക്കുന്നത്. അപ്പനെക്കുറിച്ച് പറഞ്ഞാൽ, അതായത് ചേത്തക്കൽ ഗീവർഗീസിനെ കുറിച്ച് പറഞ്ഞാൽ എന്തോ പെട്ടെന്ന് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ?
എൻ്റെ അപ്പച്ചൻ ചെറുപ്രായത്തിൽ തന്നെ അവർ ജ്യേഷ്ഠാനിയന്മാരും മാതാവും മാരാമണ്ണ് പാർക്കുന്ന കാലത്ത് അവിടെ നിന്ന് അവരൊന്ന് ഷിഫ്റ്റ് ചെയ്ത് റാന്നി ഭാഗത്ത് ചേത്തക്കൽ എന്ന് വന്ന് താമസിച്ചു. ഓക്കെ, ഇവർ ഏത് സഭക്കാരായിരുന്നു? അന്ന് സഭക്കാരായിട്ട് അപ്പച്ചൻ്റെ ഒരു സുവിശേഷ വേലക്കാരനായിരുന്നു. അല്ല, ഏത് സഭയായിരുന്നു? അന്ന് സഭയായിട്ട് ആരംഭിച്ചിട്ടില്ല. അല്ലല്ലോ, അതിനു മുമ്പ് ഏത് സഭയായിരുന്നു? മാർത്തോമ സഭയിൽ നിന്ന് എങ്ങനെയാണ് പെന്തക്കോസിലേക്ക് വന്നത്, അല്ലെങ്കിൽ ഈ വിശ്വാസത്തിലേക്ക് എങ്ങനെ വന്നത് അപ്പച്ചൻ? യാത്ര ചെയ്യാൻ ഇഷ്ടമാണോ? പക്ഷേ പ്ലാനിങ്, ബുക്കിംഗ്, ഐറ്റിനറി ഇതൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിക്കാറുണ്ടോ? എങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഷൈല ഹോളിഡേയ്സിന്റെ ഗ്രൂപ്പ് ടൂർ പാക്കേജസ്. ഫ്ലൈറ്റ്സ്, ഹോട്ടൽസ്, സൈറ്റ് സീയിങ്, ട്രാൻസ്പോർട്ടേഷൻ, എക്സ്പീരിയൻസ് ടൂർ മാനേജേഴ്സ് ഇവയെല്ലാം ഞങ്ങൾ തന്നെ പ്രൊവൈഡ് ചെയ്യും. ഫ്രണ്ട്സ്, ഫാമിലി ഓർ ഫെലോ ട്രാവലേഴ്സിനൊപ്പം ഈ വേൾഡ് മുഴുവൻ എക്സ്പ്ലോർ ചെയ്യാം. Then why you waiting for? Book now your group tour packages with www.shailaholidays.com. ഫാമിലിയായിട്ട് അവര് പാലക്കുന്നത്ത് പാരമ്പര്യത്തില് എല്ലാ ഭവനങ്ങളിലും കുടുംബ പ്രാർത്ഥനയും അതിന്റെ ലീഡിങ് ചെയ്യുന്നവരും അവർ മാതാപിതാക്കൾ. അതായത് അത് ഈ നവീകരണ സഭയായ മാർത്തോമാ സഭയുടെ ആരംഭ കാലഘട്ടം മുതലുള്ള ആ കുടുംബങ്ങളെല്ലാം കടുത്ത ആത്മീയ താല്പര്യങ്ങളുള്ള കുടുംബങ്ങളായിരുന്നു. അവരുടെ എല്ലാം കുടുംബങ്ങളിൽ ആത്മീയ ആരാധനകളും അല്ലെങ്കിൽ പ്രാർത്ഥനകളും ഒക്കെ ഉള്ള കുടുംബങ്ങളായിരുന്നു. അങ്ങനെ ഒരു കുടുംബമായിരുന്നു നിങ്ങളുടെ കുടുംബം. എൻ്റെ അപ്പച്ചൻ എന്നെ 3 സഹോദരന്മാരും പിന്നെ 3 സ്ത്രീകൾ പെങ്ങന്മാരുമായിരുന്നു. അതെ, അവർ കുടുംബമായിട്ട് മാരാമണ്ണാണ് അവരുടെ താമസം. അത് പറഞ്ഞല്ലോ. ഇനി എങ്ങനെയാ പെന്തിക്കോസിലോട്ട് വന്നതെന്ന് പറ. പെന്തിക്കോസിലോട്ട് വന്നത് അപ്പച്ചൻ സഭയിൽ ഇരിക്കുമ്പോൾ തന്നെ ആത്മീയമായിരിക്കുന്ന കുടുംബത്തോട് ബന്ധപ്പെട്ടതായിരിക്കുന്ന കാര്യങ്ങളിൽ തന്നെക്കായിരുന്ന ഒരു ഉത്തരവാദിത്തം സഹോദരിമാരെയെല്ലാം ആ ലൈവിലേക്ക് അന്ന് മാർത്തോമ്മക്കാരാണെങ്കിൽ നല്ല പ്രാർത്ഥന ഉള്ളതുകൊണ്ട് അങ്ങനെ ആ കാലങ്ങളിൽ അവിടെ നിന്ന് എൻ്റെ അപ്പച്ചനും സഹോദരന്മാരും അവിടെ മാരാമണ്ണ് നിന്ന് റാന്നി ചേത്തക്കലി സ്ഥലത്തേക്ക് പെന്തിക്കോസിലോട്ട് വന്നത് എങ്ങനെയാന്ന് പറയാം. അപ്പച്ചൻ പെന്തിക്കോസിൽ വന്നത് എങ്ങനെ? അപ്പച്ചൻ പെന്തക്കോസിൽ വന്നത് ആ കാര്യത്തിന്റെ ആരംഭം എനിക്കറിയത്തില്ല. എന്നാൽ ഞാൻ ജനിച്ചതിന് എനിക്ക് ഓർമ്മയുള്ളത് അതല്ല, അത് കേട്ടിട്ടില്ലേ? അപ്പച്ചൻ പെന്തിക്കോസിൽ വന്നത് എങ്ങനെയാണെന്ന് കേട്ടിട്ടില്ലേ? പറഞ്ഞിട്ടില്ലേ? അതിന്റെ സാക്ഷ്യമൊക്കെ പറഞ്ഞിട്ടില്ലേ? അപ്പച്ചൻ പറഞ്ഞിട്ടുള്ള സാക്ഷ്യം അവർ ജ്യേഷ്ഠന്മാരെപ്പോൾ കുടുംബം ഒന്നിച്ച് കുടുംബ പ്രാർത്ഥനയിൽ വളരെ സ്ട്രിക്റ്റായിരിക്കുന്ന നിയമമുണ്ട്. മാർത്തോമാ സഭയിലെ കുടുംബ പ്രാർത്ഥനയിൽ അപ്പച്ചൻ മൂത്ത ആളായതുകൊണ്ട് അതിൻ്റെയൊക്കെ ലീഡറായിട്ട് കാലങ്ങളിൽ അവരുടെ കുടുംബത്തെ നയിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുന്ന കാലത്ത് മിഷണറിമാരുടെ ഇന്ത്യയിലേക്ക് മിഷണറിമാർ വരുന്ന സമയത്ത് കുക്ക് സാഹിബ്, നോൾ സാഹിബ് ഇങ്ങനെയുള്ളവരൊക്കെ റാന്നി പ്രദേശത്ത് വന്ന് പ്രവർത്തിച്ചു. ആ പ്രവർത്തന കാലങ്ങളിൽ അവർ ഈ സാധുവർഗക്കാരായിരിക്കുന്ന ആളുകളെന്ന് പറയും, ജോലി ചെയ്യുന്നവരുണ്ട്. പിന്നെ തോട്ടങ്ങളിൽ തേയിലത്തോട്ടത്തോടെ ജോലി ചെയ്യുന്നവരുണ്ട്. അങ്ങനെയുള്ളവരുടെ ഒരു കൂട്ടായ്മ രൂപീകരിച്ചത് തന്നെ അപ്പച്ചനുള്ള കാലത്താണ്. അവർ തന്നെ ഒരു രൂപീകരിക്കുന്നത്. കാരണം അവർ പെന്തക്കോസുകാരുമല്ല. അവർ തന്നെ ഒരു നിലയിൽ അവരുടെ പ്രാർത്ഥന നടത്തുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്ത് ആ കാലത്ത് നോൾ സാഹിബ്, കുക്ക് സാഹിബ് വന്നു, റാന്നി വന്നു. അങ്ങനെയാണ് വിശ്വാസത്തിലേക്ക് പെന്തക്കോസിലേക്ക് വരുന്നത്. അതെ, വന്നു. ഈ സായിപ്പന്മാര് ഈ സാധുവർഗക്കാർ കൂടിയിരുന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ വളരെ പ്രതികൂല എതിരും ഒക്കെ ഉണ്ട് ആ സമയത്ത്. എൻ്റെ അറിവ് അങ്ങനെയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ എങ്കിലും ഈ മിഷണറിമാര് ഇവരെ ദൈവവനത്തിലേക്ക് നടത്തി. അപ്പോൾ രാത്രിയൊക്കെ അവിടെ ഇവര് സാധുവർഗക്കാരെന്ന് നമ്മൾ പറയുമല്ലോ, അവരുടെ ആ പാട്ടും പ്രാർത്ഥനയും ഒക്കെ ഈ സുറിയാനിക്കാരായിരിക്കുന്ന അപ്പച്ചൻ മാർത്തോമ്മയുടെ പാരമ്പര്യമുള്ളതായതുകൊണ്ട് അവർക്കിത് ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ അവർ ഈ ഭാവങ്ങൾ
കിടന്ന് ഒന്നിച്ച് രാത്രി ഇരുന്ന് എന്തോ അവരുടെ നിലയിൽ ബഹളം ഉണ്ടാക്കും, പ്രാർത്ഥിക്കുകയൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ അത് അപ്പച്ചൻ്റെ ഭാഗത്തുള്ളതായിരിക്കുന്ന ഈ മാർത്തോമാക്കാർക്ക് അത് ഇഷ്ടപ്പെടുത്തില്ല. അവരെന്ത് ചെയ്യുന്ന ചോദിച്ചാൽ ഇവരെ ഉപദ്രവിക്കും, പോയിട്ട് ശബ്ദം ഉണ്ടാക്കുന്നതിന്. അങ്ങനെ ഇരിക്കുന്ന കാലത്ത് എൻ്റെ മൂത്ത ജ്യേഷ്ഠന് 12 വയസ്സുണ്ട്. എനിക്ക് കുടുംബത്തിൽ നിന്ന് അറിയുന്നത് എൻ്റെ ഞങ്ങൾ 9 മക്കൾ, അതിൽ ഏറ്റവും മൂത്ത ജ്യേഷ്ഠൻ. അച്ഛൻ എത്രാമത്തെയാ? ഞാൻ ഏറ്റവും ഇളയത്. അപ്പൊ ഒത്തിരി വയസ്സ് വ്യത്യാസം, ഒത്തിരി വ്യത്യാസമുണ്ട്. മൂത്തയാള് എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ അമ്മയും അന്നുള്ള മക്കളെല്ലാം കൂടെ ഈ കുടുംബ പ്രാർത്ഥന മാർത്തോമ ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു. അപ്പം കുടുംബ പ്രാർത്ഥന നടത്തിക്കുന്ന സിസ്റ്റമുണ്ട്. അത് കമ്പൽസറി ആയിട്ട് എൻ്റെ അപ്പൻ മക്കളെയും അമ്മയും നിർബന്ധം അപ്പച്ച സ്ഥലത്തില്ലെങ്കിലും അത് നടത്തണം. അങ്ങനെ ഇരിക്കുന്ന ആ സമയങ്ങളിൽ എൻ്റെ അറിവിൽ ഈ സാധുവർഗക്കാരുടെ പ്രാർത്ഥന അടുത്ത ബഹളം അവർ ഒന്നിച്ച് രാത്രി കൂടുകയും ഈ വെള്ളക്കാരുടെ ജോലിക്കാരവർ അവരുടെ ബഹളം ഉണ്ടാക്കുമ്പോൾ അവരുടേതായിരിക്കുന്നില്ല. ഇവർ അപ്പച്ചനും അപ്പച്ചൻ്റെ ഒരനിയനും ഒരളിയനും 3 പേരും അന്ന് പ്രായമുള്ളവർ അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ ഇവരെ ചെന്ന് വഴക്ക് പറയും, അവരെ ഉപദ്രവിക്കുകയും ചെയ്യും. അങ്ങനെ അപ്പോൾ തന്നെ മാർത്തോമ ബാക്ക്ഗ്രൗണ്ടിൽ ഞങ്ങളുടെ കുടുംബം അപ്പച്ചൻ്റെ കുടുംബങ്ങൾ മാർത്തോമ ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് കമ്പൽസറി ആ കുടുംബ പ്രാർത്ഥന. അങ്ങനെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിൽ എൻ്റെ മൂത്ത അച്ചായന് 12 വയസ്സുള്ളപ്പോൾ അറിയുന്നത് 12 വയസ്സുള്ളപ്പോൾ ഈ പ്രാർത്ഥനയിൽ വീട്ടിൽ പ്രാർത്ഥന നടക്കാം. ഇവർ പോയിട്ട് അപ്പച്ചനൊക്കെ പോയിട്ട് അവരെ ഉപദ്രവിച്ചപ്പോൾ തിരിച്ചു വരുമ്പോൾ പിന്നെ ഈ വീട്ടിൽ പ്രാർത്ഥന പതിപോലെ നടക്കുന്ന നിലയിലാണ് വന്ന് വീട്ടിൽ അടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ വീട്ടിൽ വന്നപ്പോൾ ഞാൻ അറിയുന്നത്, അതായത് അപ്പച്ചൻ ഇന്നൊക്കെ അറിയുന്നത്, ഈ വീട്ടിൽ പാട്ട് പാടി പ്രാർത്ഥിക്കുന്നതാണ്. ആ അന്തരീക്ഷത്തിൽ അപ്പച്ചനും വീട്ടിലോട്ട് വരുമ്പോൾ വീട്ടിലെ അമ്മയും അന്നുണ്ടായിരുന്ന മക്കളും കൂടെ കൂടിയിട്ട് കുടുംബ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുക. ആ അടുത്ത വധിക്കണം വീട്ടിലെ വാതിക്കൽ വന്നപ്പോൾ എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ 12 വയസ്സുള്ളപ്പോൾ ആത്മാവിലായിട്ട്, ആത്മാവാണോ എന്നൊന്നുമില്ല, ആത്മാവിലായിട്ട് ആരാധിക്കുന്ന ഒരു അന്തരീക്ഷമാണ് കാണുന്നത്. അപ്പോൾ ആ അന്തരീക്ഷത്തിൽ അപ്പച്ചനപ്പോൾ ഞാൻ ജനിക്കുന്നതിന് മുമ്പുള്ളതല്ല, അപ്പച്ചൻ കുടുംബങ്ങളിൽ ചെയ്തുകൊണ്ട് ഇങ്ങനെ എൻ്റെ അറിവിൽ പറഞ്ഞു കേട്ടത് മനസ്സിലായി. അപ്പോൾ ആ നിലയിൽ എന്തിനു പറയുന്നു, ആ മൂത്ത മോൻ ആത്മാവിലായിട്ട് അന്യഭാഷ പറയുക. അവിടെ മൂത്ത മകൻ്റെ അരിക്കൽ അപ്പച്ചൻ മുട്ടുമടക്കി കേട്ടിട്ടുള്ളത് പരിശുദ്ധാത്മാവും ആത്മാവും സത്യമാണ് എന്നുള്ളത് അംഗീകരിച്ചു. ആ ഒരാരംഭം അപ്പച്ചൻ്റെ ഹൃദയത്തിൽ അപ്പച്ചൻ്റെ കുടുംബത്തിൽ അവർ 4 ആണുങ്ങളും 6 പെണ്ണുങ്ങൾ 5 പെണ്ണുങ്ങളും അവർ വലിയൊരു കുടുംബമാണ് മാർത്തോമാക്കാത്ത വന്നല്ലേ. അപ്പോൾ അവരുടെ പാരമ്പര്യമുള്ള പ്രാർത്ഥന മുടങ്ങുന്നില്ല. അതുകൊണ്ട് ഈ ഇതുണ്ട്. ചുരുക്കം വന്ന് കണ്ടപ്പോൾ മോൻ മൂട്ടാൻ നിന്ന് ആത്മാവിലായിട്ടായിരിക്കും 12 വയസ്സുള്ള അപ്പച്ചൻ മോൻ്റെ ആയിരിക്കും ഞാൻ കേൾക്കുന്നേ. അപ്പച്ചൻ ആ മുറിയിൽ മുട്ട കിടക്കി. ഇത് സത്യമാണ്. ഓക്കെ, അതായത് ഒന്നുകൂടെ ഞാൻ എടുത്തു പറയുകയാണ്, അപ്പച്ചൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്നറിയാം, എങ്കിലും പറയുകയാണ്. പുഷ്പമംഗലം കുടുംബം കൈതമംഗലം കുടുംബം, ഈ കൈതമംഗലം കുടുംബത്തിലെ ഈ ചേത്തക്കൽ ഗീവർഗീസ് എന്ന് പറയുന്ന പിതാവ് തൻ്റെ വീടിനടുത്തുള്ള താഴ്ന്ന വർഗ്ഗക്കാരായ ആളുകളുടെ ആരാധന കണ്ട് അതിനെ എതിർത്തിട്ട് വന്ന സമയത്ത് സ്വന്തം വീട്ടിൽ കുടുംബ പ്രാർത്ഥനയ്ക്കിടയിൽ മകൻ ആത്മാവിൽ നിറഞ്ഞ അന്യഭാഷ പറയുന്ന കാഴ്ച കണ്ടു. 12 വയസ്സുള്ള മകൻ ആ കാഴ്ച കണ്ട് അദ്ദേഹം ഇത് സത്യമാണെന്ന് തിരിച്ചറിയുകയും മുട്ടുമടക്കി അതിനെ അംഗീകരിക്കുകയും ചെയ്ത ഒരു അപൂർവമായ ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അങ്ങനെയാണ് ഈ വിശ്വാസ പാതയിലേക്ക് വരുന്നത്. എന്നിട്ട് അപ്പച്ചൻ എവിടെയൊക്കെ പിന്നെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി അപ്പച്ചൻ റാന്നി പ്രദേശത്ത് അവരുടെ കുടുംബങ്ങളിലുള്ള എല്ലാവരും
പിന്നാലെ ഒന്നിച്ചുള്ള പാതയിൽ ഇത് അപ്പച്ചൻ അവരും കുടുംബത്തിലെല്ലാവരോടും ഈ അനുഭവം അവരുടെ മുമ്പിൽ അനുഭവിച്ചത് കാണുമ്പോൾ അവർക്കും ഒരു ചെയ്തു വന്നു. അപ്പോൾ ഇതിൻ്റെ കുടുംബങ്ങളുടെ ലീഡായിട്ടുള്ളത് മാർത്തോമ്മക്കാരാണെങ്കിൽ അപ്പച്ചനാ മൂത്തത്, അതുകൊണ്ട് ലീഡ് പുള്ളിയാണ്. ആ സമയത്ത് ഈ അനുഭവം ഉണ്ടായപ്പോൾ മാർത്തോമ്മക്കാരായിരിക്കുന്നവരുടെ ഇടയിൽ പരിശുദ്ധാത്മാവിൻ്റെ ഈ പ്രവർത്തനം കണ്ടപ്പം കുറേ പേര് അംഗീകരിക്കും. അപ്പച്ചനെ അപ്പോൾ ദൈവം ആത്മാവിൽ ദർശനം, ഈ സാക്ഷ്യം, ഈ അനുഭവം മറ്റുള്ളവരുടെ മേൽ അടുത്തേക്ക് അങ്ങനെ അപ്പച്ചൻ റാന്നി പ്രദേശത്ത് ഈ സാധുവർഗക്കാരുടെ ഇടയിൽ നിന്ന് അവരോട് വീണ്ടും കൂടെ സഹകരിച്ചും പിന്നെ അങ്ങനെ വന്നപ്പോൾ എൻ്റെ അറിവ് കുടുംബത്തിലുള്ള എൻ്റെ വലിയ അപ്പച്ചൻ്റെ അമ്മ ചെറുപ്പത്തിലെ പ്രാർത്ഥന, അപ്പച്ചൻ്റെ അമ്മ മക്കളെ എല്ലാം പ്രാർത്ഥന മർദ്ദമ്മ വഴി. അപ്പോൾ അപ്പച്ചൻ്റെ അമ്മയും ആ ഒരു അനുഭവത്തിലേക്ക് വന്നു, വിശ്വാസത്തിലേക്ക് വന്നു. പാവിഷമൊന്നും വായിച്ചിട്ടില്ല, വിശ്വാസത്തിലേക്ക് വന്നു. അങ്ങനെ മക്കളെയെല്ലാം കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇവരുടെ വലിയൊരു ചലനം ഞാൻ അറിയുന്നത് അപ്പച്ചൻ അപ്പോൾ ഇവരുടെ ഒരു ലീഡറായിട്ട് മാറി, കുടുംബത്തിൻ്റെ ലീഡർ. മനസ്സിലായി. ആ ഇരിക്കുന്ന കാലത്ത് ദൈവം പ്രേരണ കൊടുത്തു ഈ അനുഭവം മറ്റുള്ളവരിലേക്ക് പകരണം. അതുകൊണ്ട് ആ ദേശങ്ങളിലുള്ള ഇവരുടെ കുടുംബങ്ങളിൽ ഉള്ളവരെ തന്നെയും കുറച്ച് പേരെ ഗൈഡ് ചെയ്തു. അങ്ങനെ കാലങ്ങൾ മുമ്പോട്ട് പോയി. അപ്പച്ചൻ്റെ കുടുംബത്തിൽ 3 പെങ്ങന്മാരാണ് ഉള്ളത്. ആ 3 പെങ്ങന്മാരെയും വിവാഹം കഴിച്ചവരും മാർത്തോമായിലെ ഒരു നല്ലൊരു ആത്മീയരാണ്. അവരുടെ മധ്യത്തിൽ അപ്പച്ചൻ അവരെയും കൂടെ പഠിച്ചിട്ട് കാലങ്ങളായിട്ട് അവർ ഈ വിശ്വാസത്തിൽ വന്നു. ആരാ സ്നാനപ്പെടുത്തിയൊന്നും അറിയത്തില്ല, എനിക്ക് അറിയത്തില്ല. ഓക്കെ, കുഴപ്പമില്ല. ഇനി അച്ഛനോട് ചോദിക്കുമ്പോൾ ഈ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ തുടക്കത്തിൽ പാസ്റ്റർ കെ എബ്രഹാം അല്ലെങ്കിൽ ടി ജി ഉമ്മൻ, ചേത്തക്കൽ ഗീവറീസൻ, കുന്നത്തുങ്കര കുട്ടിയച്ഛൻ, ഇങ്ങനെ കുറേ ദൈവദാസന്മാരുടെ പേരുകൾ നമുക്ക് പറയാൻ സാധിക്കും. അതിനകത്തുള്ള ആദ്യത്തെ പിന്നെ ഈ തെന്നിന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ രൂപീകരിക്കുന്നിടം തൊട്ട് അപ്പച്ചൻ ഉണ്ട്, ചേത്തക്കൽ ഗീവറീസ് അതിനകത്തുണ്ട്. ഓക്കെ, എന്താണ് ഈ ചരിത്രത്തെക്കുറിച്ച് അച്ഛന് കൃത്യമായിട്ട് അറിയാവുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു? പി ടി വർഗീസ് എന്ന് പറയുന്ന എൻ്റെ വല്യപ്പച്ചൻ്റെ ആദ്യം പ്രവർത്തനം ആരംഭിച്ച സമയത്ത്, അതായത് പാസ്റ്റർ കെ ഇ എബ്രഹാം തന്നോട് കൂടെയുള്ളതായ ദേവദാസന്മാരോട് ഒരുമിച്ച് ചേർന്ന് ഒരു പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതായ സമയത്ത് അതിനകത്ത് ചില ദേവദാസന്മാരുടെ പേര് ഓൾറെഡി ലിസ്റ്റിലൊക്കെ നമ്മൾ പുസ്തകങ്ങളിൽ വായിക്കുന്നതാണ്. അതിൻ്റെ കണ്ടംപററി ആയിട്ടുള്ളത് പാസ്റ്റർ കെ ഇ എബ്രഹാം, ഉണ്ണുണ്ണി സാറ്, അതിൻ്റെ ഫൗണ്ടേഴ്സായിട്ട് IPC കെ ഇ എബ്രഹാം സാറിൻ്റെ ബയോഗ്രഫിയിലൊക്കെ ഇത് എഴുതിയിട്ടുള്ള കാര്യങ്ങളാണ്. 1925 IPC എക്സിക്യൂട്ടീവ് കൗൺസിലിൻ്റെ ഒരു സൊസൈറ്റി ആർട്ടിക്കിൾ 3 എന്ന് പറയുന്ന ഒരു മാനേജിങ് ബോഡിയുടെ ഒരു ലിസ്റ്റുണ്ട്. അതിനകത്ത് ഞാൻ കണ്ട ഒരു വിഷയം ഇപ്രകാരം 1935 മിഷണറീസ് ആയിട്ട് പാസ്റ്റർ PM സാമുവൽ പ്രസിഡന്റായിട്ടും, KC ചെറിയാൻ പാസ്റ്റർ വൈസ് പ്രസിഡന്റായിട്ടും, കെ ഇ എബ്രഹാം, പാസ്റ്റർ T കൊച്ചുകുഞ്ഞ്, KC ഉമ്മൻ, PT മാത്യു എന്നുള്ളതായ ദേവദാസന്മാരും, അതുപോലെ തന്നെ ഗോസ്പൽ വർക്കിലായിരുന്ന പാസ്റ്റർ VV തോമസ്, PO തോമസ്, TG ഉമ്മൻ, KM സക്രിയ, അതുപോലെ ടീച്ചറായിരുന്ന ഇവാഞ്ചലിസ്റ്റ് TV ഐസക്, ഗോസ്പൽ വർക്കിലുണ്ടായിരുന്ന ഇവാഞ്ചലിസ്റ്റ് PM തോമസ്, EK ജോൺ, M സൈമൺ, PT ചാക്കോ സെക്രട്ടറി ആയിരുന്നു. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ആദ്യത്തെ കൗൺസിലായിരുന്നു. അതിനകത്ത് വല്യപ്പച്ചൻ ഒരു അംഗമായിരുന്നു എന്നുള്ളതാണ് ഞാൻ പറയാൻ ആഗ്രഹിച്ച കാര്യം. അതിനുശേഷമായിട്ട് അപ്പച്ചൻ പറഞ്ഞതുപോലെ തന്നെ അപ്പച്ചൻ വാളകത്ത്, അതുപോലെ തന്നെ തൃശ്ശൂർ ഭാഗത്ത് നടന്ന് കാൽനടയായിട്ട് വന്ന് തൃശ്ശൂരും അതുപോലെ തന്നെ കുന്നംകുളം, പഴഞ്ഞി ആ ഭാഗങ്ങളിലൊക്കെയും വന്ന് സഭകൾ സ്ഥാപിക്കുകയും ഒക്കെ വല്യപ്പച്ചൻ ചെയ്തു എന്നുള്ള കാര്യം അറിയാൻ തക്കനോടെയായിട്ടുണ്ട്. ഓക്കെ, അപ്പച്ചൻ എവിടെയൊക്കെ സുവിശേഷ വേല ചെയ്തിട്ടുണ്ട്? അപ്പച്ചൻ 1934 അപ്പച്ചൻ്റെതായ വിളിയും തെരഞ്ഞെടുപ്പിനെ പറ്റി ഒരു കാര്യം ഞാൻ പറയാം. അപ്പച്ചൻ ജനിച്ചത് 1934 ജനുവരി മാസം 22-ാം തീയതിയാണ്. അതായത് 1934 ജനുവരിയിൽ ജനിക്കുന്ന സമയത്ത് നിങ്ങളുടെ വല്യപ്പച്ചൻ അവിടെയായിരുന്നു, അതായത് കുന്നംകുളത്തായിരുന്നു, ശുശ്രൂഷിക്കുകയായിരുന്നു. ഓക്കെ,
ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പച്ചൻ കുടുംബത്തെ ഏറ്റവും ഇളയതാണ്. 6 ആൺമക്കളും 3 പെൺമക്കളുമാണ് വല്യപ്പച്ചനും വല്യമ്മച്ചിക്കുള്ളത്. വല്യപ്പച്ചൻ്റെ പേര് PT വർഗീസ് എന്നും അതുപോലെ വല്യമ്മച്ചിയുടെ പേര് റേച്ചൽ എന്നുമാണ്. ആ 6 ആൺമക്കളിൽ ഏറ്റവും ഇളയതാണ് അപ്പച്ചൻ. ഈ 6 ആൺമക്കളിൽ വേറെ ആരെങ്കിലും പാസ്റ്റേഴ്സ് ആയിട്ടുണ്ടോ? ഇല്ല, പാസ്റ്റേഴ്സ് ആയിട്ട് അപ്പച്ചൻ മാത്രമേ ഉള്ളൂ. അപ്പച്ചന് ദൈവവിളി ഉണ്ടായി, മിനിസ്ട്രിക്ക് വേണ്ടി അപ്പച്ചന് ഒരു ദർശനവും കാര്യങ്ങളൊക്കെ ഉണ്ടായി. 1945 റാന്നിന്ന് ഇവര് തൃശ്ശൂർ വന്ന് സെറ്റിലായി. ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി അങ്ങനെ പോയ പാസ്റ്റർ PT വർഗീസിന്റെ ആ താല്പര്യപ്രകാരമായിരിക്കാം എല്ലാവരും കൂടെ തൃശ്ശൂരേക്ക് പോകുന്നത്. തൃശ്ശൂർ വന്ന് താമസമായി. അതിനുശേഷം അപ്പച്ചൻ പറയുന്ന ഒരു കാര്യം, അപ്പച്ചൻ്റെ കുന്നംകുളത്ത് അപ്പച്ചൻ ജനിച്ചു. ആ സമയത്ത് വല്യപ്പച്ചൻ അവിടെ ശുശ്രൂഷിച്ചിരിക്കുന്ന സമയത്ത് പാസ്റ്റർ KE എബ്രഹാം സാറ് അവിടെ വരുവാനും അന്ന് അപ്പച്ചനെ ഡെഡിക്കേറ്റ് ചെയ്യുവാൻ തക്കനൊടിയായി KE എബ്രഹാം സാറ്. മാത്രമല്ല KE എബ്രഹാം സാറിന്റെ തന്നെ പേര് അപ്പച്ചൻ ഇട്ടുകൊണ്ട് എബ്രഹാം എന്നുള്ള പേര് നൽകിക്കൊണ്ടാണ് അന്ന് ഡെഡിക്കേറ്റ് ചെയ്തതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പച്ചൻ്റെ ആത്മീക ജീവിതത്തിൻ്റെ ആരംഭം കുറിക്കാൻ കാരണം പാസ്റ്റർ KC ചെറിയാൻ എന്ന് പറയുന്ന ദേവദാസ്, KC ചെറിയാൻ എന്ന് പറയുന്ന ദേവദാസ് 1952 അപ്പച്ചൻ്റെ സ്നാന ശുശ്രൂഷ നടത്തിയത് ആ ദേവദാസനാണ്. അപ്പച്ചൻ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചത് 1956 പാസ്റ്റർ TN എബ്രഹാം എന്ന് പറയുന്ന ദേവദാസൻ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ മധ്യത്തിലാണ്. അപ്പച്ചൻ്റെ വിവാഹം നടക്കുന്നത് 1950 പാസ്റ്റർ KE എബ്രഹാം സാറാണ് ആ വിവാഹ ശുശ്രൂഷ നടത്തിയത്. വൈഫിന്റെ പേര് എൻ്റെ അപ്പച്ചൻ്റെ അല്ലെങ്കിൽ എൻ്റെ അമ്മച്ചിയുടെ പേര് അന്നമ്മ എബ്രഹാം എന്നാണ്. അതിനൊരു ചെറിയൊരു കഥയുണ്ട്. അപ്പച്ചൻ ഈ വല്യപ്പച്ചൻ പെരുമ്പാവൂർ റാന്നി ആ ഭാഗത്തു നിന്നൊക്കെ തൃശ്ശൂരിലോട്ട് നടന്നു പോകുന്ന സമയത്ത് ഞാൻ കേട്ടിട്ടുള്ള കഥയാണ്. നടന്നു പോകുന്ന സമയത്ത് പെരുമ്പാവൂരിൽ നിന്ന് ആലുവ വഴി നടന്നു പോകുന്ന സമയത്ത് അപ്പച്ചൻ്റെ കയ്യിൽ കഴിക്കാനായിട്ട് ഭക്ഷണം ഉണ്ടായിരുന്നു. അപ്പോൾ ഉച്ച സമയമായപ്പോൾ അപ്പച്ചൻ അത് കഴിക്കാൻ വേണ്ടി ആഗ്രഹിച്ച് ഇങ്ങനെ ഒരു ഇടം കാത്ത് നടക്കുന്ന സമയത്ത് വെളിയിൽ തുണി ഉണക്കാൻ വേണ്ടി അയലിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയെ കണ്ടു. ആ സ്ത്രീ അതൊരു ക്രിസ്തീയ സ്ത്രീയാണെന്നുള്ള വിശ്വാസത്താൽ ചെന്ന് സംസാരിച്ചു. ഞാൻ എൻ്റെ ഈ പൊതി ഞാൻ ഇവിടെ ഇരുന്ന് കഴിച്ചോട്ടെന്ന് ചോദിച്ചു. ആ ഭവനത്തിൽ കയറിയിരുന്ന് ഭക്ഷിച്ചു. ആ ഭവനത്തിൽ അവരുമായിട്ട് പിന്നെ സംസാരിക്കാനും ഇടപെടുവാനൊക്കെ ഇടയായി. അതിനുശേഷമായിട്ട് പല പ്രാവശ്യം അപ്പച്ചൻ ഏതെല്ലാം സമയത്ത് അതിലൂടെ കടന്നു പോയിട്ടുണ്ടോ അവിടെ ആ സമയത്തൊക്കെ അവിടെ കയറി അവരെ വിസിറ്റ് ചെയ്യുമായിരുന്നു. സ്ലോലി ലോങ് സ്റ്റോറി ഷോർട്ടായിട്ട് പറയുകയാണ്, അവരെ വിശ്വാസത്തിലേക്ക് നയിക്കാൻ കാരണമായതിൻ്റെ ഒരു മുഖാന്തരം വല്യപ്പച്ചനാണ്. അതിനുശേഷമായിട്ട് വല്യപ്പച്ചൻ അവിടുത്തെ മൂത്ത മോൾ, അവർക്ക് 4 ആണുങ്ങളും 3 പെൺമക്കളുമാണ് ആ വീട്ടിലുള്ളത്. വല്യപ്പച്ചനായിട്ട് ആ വിശ്വാസത്തിൽ വന്ന ആ കുടുംബത്തിലെ മൂത്ത മകളെ അപ്പച്ചന് വേണ്ടി വല്യപ്പച്ചൻ ആലോചിച്ച് അവരുടെ വിവാഹം 1950 തൃശ്ശൂർ മുടിക്കോട് വെച്ച് KE എബ്രഹാം സാറ് ആ വിവാഹ ശുശ്രൂഷ നടത്താൻ തക്കനൊടിയായി. അതിനുശേഷമായിട്ട് അപ്പച്ചന് ദൈവവിളി അല്ലെങ്കിൽ കർത്താവിൻ്റെ വേലയ്ക്ക് വേണമെന്നുള്ളതായ ആ വിളിയും തെരഞ്ഞെടുപ്പും ദൈവസന്നിധിയിലുണ്ടായി. ഒരു ദേവദാസിൻ്റെ ഒരു പ്രവചന അപ്പച്ചനോട് പാസ്റ്റർ മോസസ് എന്ന് പറയുന്ന ഒരു ദേവദാസനിലൂടെ അപ്പച്ചനിൽ ഒരു പ്രവചനം ഉണ്ടായിരുന്നു സുവിശേഷ വിലയ്ക്ക് വേണ്ടി. അത് അപ്പച്ചന്റെ ജീവിതത്തെ അപ്പച്ചൻ പൂർണ്ണമായി സമർപ്പിക്കാൻ തക്കനോടെയായി. അതിനുശേഷം 1964 മെയ് 1 അപ്പച്ചൻ ആശാരി ഉപദേശിയായിട്ട് കണ്ടുമുട്ടുവാനിടയായി. ആശാരി ഉപദേശിയായിട്ട് മിനിസ്ട്രിക്ക് വേണ്ടി അപ്പച്ചൻ പൂർണ്ണ സമയം പ്രവർത്തിക്കുന്നതിനായിട്ട് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ അപ്പച്ചൻ്റെ പഴയ ജേർണൽസുകൾ ഇരിപ്പുണ്ട്. ഒരുപാട് അപ്പച്ചൻ അന്ന് കാലം മുതൽ എല്ലാം എഴുതും. എനിക്ക് വളരെ അത്ഭുതം കൂടിയ ഒരു കാര്യം, ആശാരി ഉപദേശത്തോടു കൂടെ ആ പട്ടണങ്ങളിൽ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലൊക്കെയും പോയി സുവിശേഷ യോഗം കൺവെൻഷനുകളൊക്കെ നടത്തിയതിൽ 100, 150, 200 എന്നുള്ള രീതിയിലാണ് അതിനകത്തൊക്കെ ലിസ്റ്റ് കിടക്കുന്നത്. ഇവർ രണ്ടുപേരും കൂടെ സ്നാനപ്പെടുത്തിയ കാര്യങ്ങളൊക്കെ. അങ്ങനെ കർത്താവിൻ്റെ വേല പാസ്റ്റർ അപ്പച്ചൻ എത്ര കാലം ആശാരി ഉപദേശിയുടെ കൂടെ ഉണ്ടായിരുന്നു? അതായത് 1960 ഞാൻ പറഞ്ഞല്ലോ 1964 മെയ് 1 അപ്പച്ചൻ ആശാരി ഉപദേശിയുടെ കൂടെ പ്രവർത്തനത്തിന് പോയത്. അതിനുശേഷമായിട്ട്
അപ്പച്ചൻ്റെ ഒരു പെങ്ങള്, അവരുടെ 2 മാമക്കളും അഹമ്മദാബാദിൽ, ഗുജറാത്തിലെ അഹമ്മദാബാദിൽ ഗാന്ധിനഗർ എന്ന് പറയുന്ന സ്ഥലത്ത് ഉണ്ടായിരുന്നു. അവര് അപ്പച്ചനോട് ഞാൻ ആ വീട്ടിലൊക്കെ പോയിട്ടുണ്ട്. ആശാര്യോപദേശോടും പറഞ്ഞു നിങ്ങൾ ഇവിടെ വരണം എന്നും പറഞ്ഞ് അവരെ ക്ഷണിച്ചു. അപ്പോൾ അപ്പച്ചനും ആശാര്യോപദേശവും കൂടെ അങ്ങനെ രാജസ്ഥാനിലോട്ട് ഒരു യാത്ര നടത്തി 1964. അപ്പൊ ആ പോകുന്ന വഴിക്ക് അപ്പച്ചനുണ്ടായ വലിയൊരു അത്ഭുതം എന്ന് പറയുന്നത്, അന്ന് അവർ ട്രെയിൻ കയറി, അന്ന് യാത്ര ചെയ്ത സമയത്ത് അപ്പച്ചൻ ട്രെയിനിൽ കയറിയ ഉടനെ അടുത്ത സീറ്റിലിരിക്കുന്നത് KE എബ്രഹാം സാറാണ്. ബോംബെക്ക് പോകുന്ന ഒരു യാത്ര, അത് അപ്പച്ചന് വലിയൊരു കൗതുകം ഉണ്ടാകുവാൻ തക്കനോടെയായി. അങ്ങനെ അവർ ഒരുമിച്ച് 3 പേരും കൂടെ ബോംബെ വരെ യാത്ര ചെയ്തു. ബോംബെയിൽ 1-2 ദിവസങ്ങളൊക്കെ താമസിച്ചതിന് ശേഷം അപ്പച്ചനും ആശാര്യോപദേശവും കൂടെ അഹമ്മദാബാദിലോട്ട് പോയി. അഹമ്മദാബാദിൽ ചെന്ന് അവിടെ ഒരു ഉപവാസ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ ജോധ്പൂരിൽ, രാജസ്ഥാനിൽ ജോധ്പൂരിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന KV ഫിലിപ്പ് എന്ന് പറയുന്ന ദേവദാസൻ അന്ന് അഹമ്മദാബാദിൽ ഈ മീറ്റിങ്ങിന് വന്ന് സംബന്ധിക്കുന്നുണ്ടായിരുന്നു. ആശാര്യോപദേശിയെയും അപ്പച്ചനെയും കണ്ട് വളരെ സന്തോഷം തോന്നി. ആ ദേവദാസൻ അപ്പച്ചനോടും ആശാര്യോപദേശോടും പറഞ്ഞു രാജസ്ഥാനിലോട്ടൊന്ന് വരണം എന്നും പറഞ്ഞ് ആ ദേവദാസൻ അപ്പച്ചനെയും ആശാര്യോപദേശവും കൂട്ടിക്കൊണ്ട് രാജസ്ഥാനിൽ ജോധ്പൂരിലോട്ട് കടന്നുപോയി. അവിടെ 1-2 ആഴ്ച നിന്ന് അവർ പ്രവർത്തിച്ചതിന് ശേഷമായിട്ട് ആശാര്യോപദേശവും അപ്പച്ചനും കൂടെ തിരിച്ച് നാട്ടിലോട്ട് വന്നു കഴിഞ്ഞ് ചില ദിവസങ്ങൾ കഴിയുമ്പോൾ എൻ്റെ അമ്മച്ചിയിലൂടെ ഒരു പ്രവചനം അപ്പച്ചൻ്റെ പേരിലുണ്ടായി. രാജസ്ഥാനിൽ എൻ്റെ ദാസൻ തനിയെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്നു, ചേർന്ന് നിന്ന് പ്രവർത്തിക്കണം എന്നുള്ള ഒരു പ്രവചനം എൻ്റെ അമ്മച്ചിയിലൂടെ അപ്പച്ചനുണ്ടായി. ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഉദയപൂരിലുള്ളതായ തോമസ് മാത്യു എന്ന് പറയുന്ന ദേവദാസിന്റെ ഒരു ലെറ്റർ അപ്പച്ചന് കിട്ടാൻ തക്കനോടെയായി. അതിനകത്ത് ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്: KV ഫിലിപ്പ് എന്ന് പറയുന്ന ദേവദാസിന്റെ അടുത്ത് നിങ്ങൾ 2 പേരും വന്നു പോയെന്ന് ഞാൻ അറിഞ്ഞു. കർത്താവിന്റെ ദാസൻ തീർച്ചയായിട്ടും രാജസ്ഥാനിലോട്ട് കടന്നു വരണം, നമുക്കിവിടെ ഒരുമിച്ച് പ്രവർത്തിക്കണം എന്നുള്ളതായ ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള ഒരു ലെറ്റർ അന്ന് ലഭിക്കാൻ തക്കനോടെയായി. അപ്പോൾ അമ്മച്ചി പറഞ്ഞ പ്രവചനവും ഈ ഒരു ലെറ്ററും കൂടെ ആയപ്പോൾ അപ്പച്ചന് പൂർണ്ണമായ ഒരു ഉറപ്പ് ആ കാര്യത്തിലായി. കർത്താവ് എന്നെ വടക്കു ഇന്ത്യയിലേക്ക് വേണ്ടി ക്ഷണിക്കുന്നു എന്നുള്ള ആ രീതിയിൽ അപ്പച്ചൻ രാജസ്ഥാനിലോട്ട് പോകാനുള്ളതായ ക്രമീകരണങ്ങൾ ചെയ്തു. അന്ന് അപ്പച്ചനും അമ്മച്ചിക്ക് ഞങ്ങൾ 3 മക്കളാണ്. മൂത്തത് എൻ്റെ ജ്യേഷ്ഠൻ ബേബി, അതിനുശേഷം എൻ്റെ സിസ്റ്റർ ഗ്രേസി, ഞാൻ ഇളയത്. എനിക്കിന്ന് 4 വയസ്സുള്ള സമയത്താണ് അപ്പച്ചൻ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി പോകാൻ തുടങ്ങുന്നത്. അപ്പോൾ 1964 ആദ്യം പോയി. അതിനുശേഷം 1965 അപ്പച്ചൻ രാജസ്ഥാനിലേക്ക് പോകാൻ വേണ്ടി ആ ലെറ്റർ പ്രകാരം തീരുമാനം എടുത്തു പോയി. അന്ന് യാത്ര ചെയ്യാൻ അപ്പച്ചൻ കൊച്ചിയിൽ പോയിട്ട് ഒരു ചരക്ക് കപ്പലിൽ കയറിയിട്ടാണ് അപ്പച്ചൻ ബോംബെ വരെ യാത്ര ചെയ്തത്. അവിടുന്ന് പിന്നെ ട്രെയിൻ കയറി അഹമ്മദാബാദിൽ ചെന്നു. അഹമ്മദാബാദിൽ നിന്ന് കരിഞ്ചനിൽ കയറി അപ്പച്ചൻ ഉദയ്പൂരിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ തോമസ് മാത്യു പാസ്റ്റർ അവിടെ റെയിൽവേ സ്റ്റേഷനിൽ കാത്തു നിൽക്കുകയായിരുന്നു. അവർ 2 പേരും കൂടെ ഒരുമിച്ച് യാത്ര ചെയ്ത് അവരുടെ വീട്ടിലോട്ട് കൊച്ചൊരു അശോകനഗർ എന്ന് പറയുന്ന സ്ഥലത്ത് ചെറിയൊരു മുറിയിൽ പോയി അവർ താമസം തുടങ്ങി. അവിടെ പിന്നെ അവർ ഒരുമിച്ച് പ്രവർത്തനം ആരംഭിച്ചു. ഓക്കെ, അങ്ങനെ ദീർഘവർഷങ്ങൾ രാജസ്ഥാനിൽ തന്നെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. രാജസ്ഥാനിൽ ഏത് സ്ഥലത്തായിരുന്നു? രാജസ്ഥാനിലെ ഉദയ്പൂർ എന്ന് പറയുന്ന പട്ടണം. തോമസ് മാത്യു എന്ന് പറയുന്ന ദേവദാസൻ ആദ്യം 1964 അതെ, അതിന്റെ 6 മാസം കഴിഞ്ഞപ്പോഴാണ് അപ്പച്ചൻ അവിടെ ചെന്നത്. അവർ 2 പേരും കൂടെ ഒരുമിച്ചാണ് പ്രവർത്തിച്ചത്. ഏറെ വർഷങ്ങൾ അവര് അപ്പോൾ ഉദയ്പൂരിൽ ചെറിയൊരു പ്രവർത്തനമായിട്ട് അവർ തുടങ്ങി. അതിനുശേഷം ഉദയ്പൂരിൽ ചട്ടക് സർക്കിൾ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മനോഹർ ഭവൻ എന്ന് പറയുന്ന ഒരു വാടകയ്ക്ക് എടുത്തു. പിന്നെ അവിടോട്ട് മൂവ് ചെയ്തു. ഇവർ 2 പേരും ഒരുപാട് ഔട്ട്റീച്ചുകൾ തന്നെത്താൻ ഒരു സൈക്കിൾ അങ്ങോട്ട് ഇവിടുന്ന് പഴയൊരു സൈക്കിൾ കിട്ടി. ആ സൈക്കിളിൽ സുവിശേഷ പ്രതികളെല്ലാം കെട്ടിവെച്ചുകൊണ്ട് അവർ ഗ്രാമങ്ങളിലും സിറ്റികളിലൊക്കെ നടന്ന് സുവിശേഷം. മോശയുടെ കൂടെ അഹരോൻ എന്ന പോലെ തോമസ് മാത്യുവിനോട് ഒന്നിച്ച് 2 പേരും കൂടെ ഒന്നിച്ച് പ്രവർത്തിച്ചു. ഒരുപാട് എതിർപ്പുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പലപ്പോഴും ഗ്രാമങ്ങളിലൊക്കെ ചെന്നപ്പോൾ ട്രാക്ടറുകളും ഇതെല്ലാം തീ കത്തിച്ച് കളഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് ചരിത്രങ്ങളും ഉണ്ട്. ഒരു കാര്യം എടുത്തു പറയാനുണ്ട്. അതായത് അപ്പച്ചന് ഹിന്ദി അറിയത്തില്ല, അപ്പച്ചന് വലിയ വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരു സാഹചര്യമാണ്. അപ്പച്ചൻ അവിടെ ചെന്നപ്പോൾ ഇവരുടെ ഉപജീവനം എന്ന് പറയുന്നത് അവർക്ക് ചപ്പാത്തി ഉണ്ടാക്കി കഴിക്കണമെങ്കിൽ അവർക്ക് ഗോസ്പൽ പാക്കറ്റ് വിട്ടിട്ട് വേണം. അപ്പോൾ അന്ന് ആരോ ദേവദാസന് അയച്ചു കൊടുത്തിട്ടുള്ള പാക്കറ്റുകൾ ഇരിപ്പുണ്ട്. അപ്പോൾ ഇവർ 2 പേരും രാവിലെ സൈക്കിളിൽ ഇത് കെട്ടി അവർ സിറ്റിയിൽ അവിടെ ഇവിടെയൊക്കെ ചെന്ന് നിന്നിട്ട് വിൽക്കും. അപ്പോൾ അപ്പച്ചന് ഹിന്ദി ഒന്നും അറിയത്തില്ല. അപ്പച്ചൻ ചുമ്മാ 10 പൈസ എന്നും പറയും ഈ പാക്കറ്റ് കാണിച്ചുകൊണ്ട് വിൽക്കത്തേ ഉള്ളൂ. അപ്പോൾ ഒരു ദിവസം അപ്പച്ചൻ പറയുന്നത് തോമസ് മാത്യു പാസ്റ്റർ എവിടെയോ പോയി, അപ്പച്ചൻ തന്നെ ഉള്ളായിരുന്നു. അപ്പച്ചൻ അവിടെ പോയിട്ട് ഒരു കുതിരവണ്ടികളൊക്കെ നിൽക്കുന്ന ഒരു സെന്റർ ഉണ്ട്. അവിടെ ചെന്ന് നിന്നിട്ട് അപ്പച്ചൻ ഉയർന്ന ശബ്ദത്തിൽ വിളിച്ചു പറയാ 10 പൈസ എന്ന് പറഞ്ഞിട്ട് അപ്പച്ചൻ ഇത് മാത്രമേ പറയാൻ അറിയത്തുള്ളൂ. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരോ ഒരു മനുഷ്യൻ വന്നിട്ട് ഒരെണ്ണം ചോദിച്ചു,
10 പൈസ, അദ്ദേഹം ഒരു 25 പൈസയാണ് കൊടുത്തത്. അപ്പച്ചന് തിരിച്ചു കൊടുക്കാനുള്ള പൈസ അപ്പച്ചൻ്റെ കയ്യിലില്ല, ഭാഷ അറിയത്തില്ല. ആ മനുഷ്യൻ അവസാനം എന്തോ ഒരെണ്ണം കൂടെ തരാൻ പറഞ്ഞിട്ട് 2 അങ്ങ് വാങ്ങിച്ചു. പിന്നെ ഒരു 5 പൈസ ബാക്കിയുണ്ട്, അതും കൊടുക്കാൻ അപ്പച്ചൻ്റെ കയ്യിലില്ലായിരുന്നു. ആ മനുഷ്യൻ 2 പാക്കറ്റും വാങ്ങിച്ചിട്ട് പോയി. കുറേ നാളുകൾക്ക് ശേഷമായിട്ട് കുറേ വർഷങ്ങൾക്ക് ശേഷമായിട്ട് തോമസ് മാത്യു പാസ്റ്ററും അപ്പച്ചനും കൂടെ മാക്കടദേവ് എന്ന് പറയുന്ന ഒരു 10-60 കിലോമീറ്റർ ദൂരെയുള്ള ഒരു ഗ്രാമത്തിൽ ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി പോയപ്പോൾ തോമസ് മാത്യു പാസ്റ്റർ അപ്പച്ചനോട് പറഞ്ഞു, ആദ്യം 2 വാക്ക് സാക്ഷിയായിട്ട് പറയാൻ പറഞ്ഞു. അപ്പച്ചൻ അപ്പോൾ അല്പസ്വല്പമൊക്കെ ഹിന്ദി പറയാൻ തുടങ്ങി. അപ്പച്ചൻ പറഞ്ഞു, ഇങ്ങനെ ഒരു സന്ദർഭം എൻ്റെ ജീവിതത്തിലുണ്ടായി. ഞാനിങ്ങനെ ട്രാക്ടർ വയ്ക്കുന്ന സമയത്ത് ഒരാൾ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോയി. അദ്ദേഹത്തിന്റെ 5 പൈസ ഞാൻ ഇതുവരെ തിരിച്ചു കൊടുത്തിട്ടില്ല എന്നുള്ള കാര്യം പറഞ്ഞു. ആ കൂട്ടത്തിൽ ഒരു മനുഷ്യൻ പറയാ, ധർമ്മരാജ് എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹം എന്നിട്ട് പാസ്റ്ററെ അത് ഞാനായിരുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇന്നും രാജസ്ഥാനിലെ മാക്കടദോർ എന്ന് പറയുന്ന സ്ഥലത്തുണ്ട്. അപ്പച്ചനെ പോലെ തന്നെ പ്രായമായിട്ട് വടിയും കുത്തിപ്പിടിച്ച് നടക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹവും. അദ്ദേഹത്തിന്റെ മക്കളും ആ കുലം മുഴുവനും ദേവഭാഗത്ത് കടന്നു വരുവാനും മാത്രമല്ല ആ ദേവദാസൻ അവിടുത്തെ ഏരിയ ലീഡറായിട്ട് ഇന്ന് അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം എപ്പോൾ കണ്ടാലും ഈ സാക്ഷ്യം പറയും, അപ്പച്ചൻ്റെ ഇത് ഞാൻ പ്രതി വാങ്ങിച്ചത്, അങ്ങനെയാണ് ഞാൻ രക്ഷയിലേക്ക് കടന്നു വന്നത് എന്നുള്ളതായ ഒരു കാര്യം. ഓക്കെ, രാജസ്ഥാനിൽ അങ്ങനെ പ്രവർത്തിച്ചു. എത്ര മക്കളാണ് നിങ്ങൾ? എത്ര മക്കളാണ്? അപ്പം ഞങ്ങൾ 3 മക്കളാണ് അപ്പച്ചന്. മൂത്തത് എൻ്റെ ജ്യേഷ്ഠൻ തൃശ്ശൂരിലെ IPCയുടെ ഒരു പാസ്റ്ററാണ്. എൻ്റെ സിസ്റ്റർ അവർ എറണാകുളത്ത് അളിയൻ HMT ജോലിയായിരുന്നു. അവർ ചർച്ച് ഓഫ് ഗോഡിലാണ്, മാമംഗലം ചർച്ചിലാണ് അവർ കൂടുന്നത്. അവർ എറണാകുളത്ത് കളമശ്ശേരിയിൽ ഒരു വീട് വെച്ച് അവിടെ താമസിക്കുന്നു. ഞാൻ ഹൈസ്കൂൾ വരെ ഞാൻ കേരളത്തിലായിരുന്നു. അതിനുശേഷമായിട്ട് അപ്പച്ചൻ രാജസ്ഥാനിൽ പോയപ്പോൾ ആദ്യത്തെ 10 വർഷം അപ്പച്ചൻ തനിച്ചുള്ളായിരുന്നു. അതിനുശേഷമായിട്ട്, കാരണം അമ്മച്ചിയാണ് ഞങ്ങളെ 3 പേരെ, എൻ്റെ സിസ്റ്ററുടെയും എൻ്റെ ബ്രദറിൻ്റെയും വിവാഹത്തിന് ശേഷമാണ് അമ്മച്ചി രാജസ്ഥാനിലോട്ട് കടന്നു വന്ന് ഞങ്ങൾ ഒരുമിച്ച് ആവാൻ തക്കനോടെയായത്. അപ്പോൾ എൻ്റെ 10ാം ക്ലാസ്സിൻ്റെ എൻ്റെ ഹൈസ്കൂൾ കഴിഞ്ഞപ്പോൾ ഞാൻ രാജസ്ഥാനിൽ പോയി. അന്ന് അപ്പച്ചൻ ജാർമീൻസ് ഉദയ്പൂർ പട്ടണത്തിലാണെങ്കിൽ തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അപ്പച്ചൻ അവിടുന്ന് മാറി ഒരു 40 കിലോമീറ്റർ ദൂരെയുള്ളൊരു സ്ഥലം ജാർമീൻസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അപ്പച്ചൻ പ്രവർത്തനം ആരംഭിച്ചു. കാരണം അവിടെ കുറച്ച് തമിഴരും കുറച്ച് മലയാളികളൊക്കെ, തമിഴര് മാത്രം ഉള്ള ഒരു സന്ദർഭം. അപ്പോൾ ആരോ പരിചയപ്പെടുത്തി കൊടുത്തു. അതായത് അവിടെ ഒരു തമിഴ് പാസ്റ്റർ ഉണ്ട്, ഡേവിഡ് രാജ് എന്ന് പറയുന്നത്, അദ്ദേഹവും അതുപോലെ ദൗലത്ത് മസി എന്ന് പറയുന്ന ഒരു CNA പാസ്റ്ററും അതുപോലെ തോമസ് മാത്യുവും ഇവരെ കണ്ടുപിടിച്ചു. അവിടെ ചില തമിഴരുണ്ടെന്നുള്ളത് 4-5 ഫാമിലി, അവരെ ചെന്ന് പരിചയപ്പെടുത്തി അവിടെ ഒരു പ്രാർത്ഥന കൂടിയവരൊക്കെ തുടങ്ങി. അതിനുശേഷമായിട്ട് അപ്പച്ചൻ പറഞ്ഞു, ഞാൻ അവിടെ പ്രവർത്തിച്ചോളാം എന്ന് പറഞ്ഞ് ജാർമീൻസ് സെലക്ട് ചെയ്ത് അപ്പച്ചൻ അവിടെ താമസിച്ചുകൊണ്ട് പ്രവർത്തിക്കും. പക്ഷെ അതൊരു ഹിന്ദുസ്ഥാൻ സിംഗ് ലിമിറ്റഡിൻ്റെ ഒരു ഏരിയ ആയതുകൊണ്ട് അവിടെ പ്രൈവറ്റ് ആയിട്ട് ആർക്കും താമസിക്കാനൊക്കത്തില്ല. അപ്പച്ചൻ അവിടുന്ന് 12 കിലോമീറ്റർ ദൂരെ ഒരു ചെറിയൊരു ഗ്രാമത്തിൽ അപ്പച്ചൻ താമസിച്ചുകൊണ്ടിരുന്നത്. അതിനകത്ത് അപ്പച്ചൻ ആദ്യം ഒരു ചെറ്റക്കൂടിൽ, അതിന് അപ്പച്ചൻ്റെ സൊവിനീറിലൊക്കെ ആ പടമുണ്ട്, മണ്ണും കൊണ്ട് എഴുതിയിരിക്കുന്നത്, ഒറ്റ മുറി മാത്രം, അതിന് ജനലും വാതിലും ഒന്നും ശരിക്കില്ല, ഇങ്ങനെ ചുമ്മാ വെച്ച് അടയ്ക്കുന്നേ ഉള്ളൂ. അതിനുശേഷം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അപ്പച്ചൻ അവിടുത്തെ റേഷൻ കടയുണ്ട്, ആ റേഷൻ കടയുടെ തൊട്ട് ഇപ്പുറത്തായിട്ട് ചെറിയൊരു മുറി വാടകയ്ക്ക് കിട്ടി. അവിടെ അപ്പച്ചന് ഒന്നുമില്ല. അപ്പച്ചന് തലോണയായിട്ട്, അപ്പച്ചൻ പറയുന്നത് അപ്പച്ചൻ തലോണയായിട്ട് വെച്ചത് അവിടുത്തെ ഒരു ജനലിൻ്റെ അടിവശം, അതിൻ്റെ അതിന് പറയുന്ന കട്ടില, അതിന്മേൽ ചാക്ക് പൊതിഞ്ഞിട്ട് അതായിരുന്നു അപ്പച്ചൻ തലോണ. അപ്പച്ചൻ ഭയങ്കര തണുപ്പുള്ള സമയമാണ് രാജസ്ഥാനിൽ, ഡിസംബർ ജനുവരിയൊക്കെ. ഈ അടുത്ത റേഷൻ കടയിലുള്ള ഉപ്പിൻ്റെയും പഞ്ചസാരയുടെയും ചാക്ക് അത് തുന്നലൊക്കെ അഴിച്ചു കളഞ്ഞിട്ട് അത് പൊതിച്ചിട്ടാണ് അപ്പച്ചൻ രാജസ്ഥാനിൽ കിടന്നത്. MO ശാമുവൽ എന്ന് പറയുന്ന ദേവദാസൻ, ആ ദേവദാസന്റെ മൂത്ത ജ്യേഷ്ഠനാണ് പാസ്റ്റർ KO വർഗീസ്. ആ KO വർഗീസ് അപ്പച്ചന്റെ രാജസ്ഥാനിലുള്ള ചർച്ചിലെ ആദ്യത്തെ വിശ്വാസിയാണ്. ആ വിശ്വാസി അന്ന് വിശ്വാസിയായിട്ട് അവിടെ ജോലി ചെയ്യാൻ വന്നതാണ്. അവിടുന്ന് സുവിശേഷ വേലയ്ക്ക് ആദ്യമായിട്ട് 10-40 പേര് ആ സഭയിൽ നിന്ന് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങി അപ്പച്ചൻ്റെ പ്രവർത്തനത്തിൽ. അതിനകത്ത് ആദ്യ ഫലം എന്ന് പറയുന്നത് KO വർഗീസ് പാസ്റ്ററാണ്. ആ പാസ്റ്ററും അപ്പച്ചനും കൂടെ ഒരുമിച്ച് ആ മുറിക്കകത്ത് ഈ ചാക്ക് പൊതിച്ച് കിടന്ന് ഉറങ്ങിയിട്ടുള്ളതായ ആളുകളാണ്. ഓക്കെ, നിങ്ങൾ 3 മക്കളാണെന്ന് പറഞ്ഞാൽ അവർ പല സ്ഥലങ്ങളിലായിട്ട്. പിന്നെ ഇപ്പം അച്ചാൻ്റെ സ്റ്റോറിയിലേക്ക് വന്നാൽ, ഡോക്ടർ വില്ലി എബ്രഹാമിൻ്റെ സ്റ്റോറിയിലേക്ക് വന്നാൽ എന്താ പറയാനുള്ളത്? ഞാൻ അപ്പച്ചൻ്റെ കൂടെ, അമ്മച്ചി രാജസ്ഥാനിലോട്ട് വരുന്നേക്കാൾ മുമ്പ്, അപ്പച്ചൻ 10 വർഷം ആവുന്നതിനേക്കാൾ മുമ്പ് ഞാൻ രാജസ്ഥാനിൽ ചെന്നു. ഞാൻ എൻ്റെ 10ാം ക്ലാസ് മുതൽ വീണ്ടും എനിക്ക് അവിടെ പഠിക്കേണ്ടി വന്നു. 11, 12. അതിനുശേഷം ഞാൻ കോളേജിൽ ചേർന്ന് പഠിച്ചു. അതിനുശേഷം എൻ്റെ MA വരെയുള്ള പഠനം ഞാൻ ചെയ്തു. അതിനുശേഷമായിട്ട് ഡോക്ടർ തോമസ് മാത്യു പാസ്റ്റർ എന്നെ വളരെയധികം എന്നെ
പ്രോത്സാഹിപ്പിച്ച് എന്നെ തിയോളജിക്ക് വിടാൻ വേണ്ടിയുള്ളതായ ശ്രമങ്ങൾ നടത്തി. ഞാൻ UBS യൂണിയൻ ബിബ്ലിക്കൽ സെമിനാരി പൂനെയിൽ അങ്ങനെ ഞാൻ എൻ്റെ BD ചെയ്യാൻ തക്കനിടയായി. അതിനുശേഷം അപ്പോഴത്തേനും ഉദയപൂർ ബൈബിൾ കോളേജിൽ പഠിപ്പിക്കാനുള്ളതായ ഒരു അവസരം ദേവദാസൻ എനിക്ക് ഒരുക്കി തന്നു. കോളേജിൻ്റെ രജിസ്ട്രാറായിട്ട് എന്നെ നിയോഗിച്ചു. അതിനുശേഷമായിട്ട് 10-16 വർഷം 15 വർഷം ഞാൻ ആ കോളേജിൻ്റെ ഒരു അധ്യാപകനും കോളേജിൻ്റെ രജിസ്ട്രാറുമായിട്ട് ഫിലദൽഫിയ ബൈബിൾ കോളേജിൽ ഞാൻ പ്രവർത്തിച്ചു. അതിനിടയ്ക്ക് തോമസ് മാത്യു പാസ്റ്റർ തന്നെ എന്നെ MTHന് വേണ്ടിയിട്ട് എന്നെ ബാംഗ്ലൂരിൽ സയാക്സ് എന്ന് പറയുന്ന കോളേജിൽ എന്നെ അയച്ചു. അവിടെ ഞാൻ 2 വർഷം അതും പഠിച്ച് തിരിച്ചു വന്നു. അതിനുശേഷമായിട്ട് 2001 അപ്പം 1980 എൻ്റെ വിവാഹം നടന്നു. മോളി എന്നാണ് എൻ്റെ വൈഫിൻ്റെ പേര്. ഒരു BSc നേഴ്സാണ്. അതിനുശേഷം 2 കുഞ്ഞുങ്ങളെ ദൈവം ഞങ്ങൾക്ക് ദാനമായി നൽകി തന്നു. വിൽസൺ അതുപോലെ വിൽസി, അങ്ങനെ 2 കുഞ്ഞുങ്ങളെ ദൈവം ഞങ്ങൾക്ക് തന്നു. അതിനുശേഷമായിട്ട് 2001 അമേരിക്കയ്ക്ക് വരാനുള്ളതായ ഒരു വഴി, അതായത് എൻ്റെ വൈഫ് CGFNS എന്ന് പറഞ്ഞ പരീക്ഷ എഴുതി പാസ്സായി അമേരിക്കയിലോട്ട് വരാനുള്ള ഒരു വഴി മുഖാന്തരം ഉണ്ടായതുമൂലം ഞാനും എൻ്റെ വൈഫും മോളുമായിട്ട് ഞങ്ങൾ 2001 ഷിക്കാഗോയിൽ വരുവാനിടയായി. ഇവിടെ വന്നതിന് ശേഷമായിട്ട് ഉള്ളതായ ഞങ്ങൾ IPC ഹെബ്രോൺ, അതായത് പാസ്റ്റർ PC മാമൻ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്ന സഭയിൽ ഞങ്ങൾ അംഗങ്ങളായിട്ട് നിന്നു. ഞാൻ അവിടുത്തെ അസോസിയേറ്റ് പാസ്റ്ററായിട്ട് 8 വർഷം ഞാൻ ശുശ്രൂഷിച്ചു. അതിനുശേഷമായിട്ട് ഞങ്ങളെല്ലാം നോർത്ത് ഇന്ത്യയിൽ നിന്ന് കടന്നു വന്നു ആയതുകൊണ്ടും മക്കളെല്ലാവരും ഹിന്ദി സംസാരിക്കുന്നതുകൊണ്ട് ഹിന്ദിക്കാരുടെ ഇടയിൽ ഒരു പ്രവർത്തനം ആരംഭിക്കണം എന്നുള്ള ഒരു പ്രേരണ ദൈവാത്മാവ് ഞങ്ങൾക്ക് നൽകി തന്നു. അങ്ങനെ ഞങ്ങൾ ആ സഭയിൽ നിന്ന് പ്രാർത്ഥിച്ച് ഞങ്ങളെ അവിടെ നിന്ന് അയച്ചു. അതിനുശേഷമായിട്ട് ഞങ്ങൾ ഹിന്ദിക്കാരുടെ ഇടയിലുള്ള ഒരു പ്രവർത്തനം ഞങ്ങൾ ആരംഭിച്ചു. ഈ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ ഒരു ചെറിയ പായ വിരിച്ച് ഞങ്ങൾ 4 പേരും, ഞാനും എൻ്റെ വൈഫും മോളും ഞങ്ങൾ 4 പേര് കൂടി ഇരുന്നിട്ടാണ് ആദ്യത്തെ ഞങ്ങളുടെ ആരാധന ഇവിടെ ഈ തറയിൽ വെച്ച് ഞങ്ങൾ ആരംഭിച്ചത്. അതിനുശേഷമായിട്ട് ദൈവം അനേകരെ റീച്ച് ഔട്ട് ചെയ്യാൻ തൊക്കെ സഹായിച്ചു. ഹിന്ദിക്കാരായിട്ടുള്ള, നോർത്ത് ഇന്ത്യൻസ് ആയിട്ടുള്ള, ഗുജറാത്തികളായിട്ടുള്ള അനേകരെ ക്രിസ്തുവിലേക്ക് നയിക്കാനും അവരെ സ്നാനപ്പെടുത്താനും അങ്ങനെ ഒരു കൂട്ടത്തെ ഒരുക്കിയെടുക്കുവാൻ ദൈവം സാധിച്ചു. അങ്ങനെ ഞങ്ങൾക്ക് ഒരു ഹിന്ദി ആരാധനയാണ് ഇവിടെ ഏറിയ വർഷങ്ങളായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ 1-2 വർഷങ്ങൾക്ക് മുമ്പ് തൊട്ട് ചില അതർ നാഷണാലിറ്റീസും മറ്റുള്ള ഭാഷക്കാരും കൂടെ അതിനകത്ത് വരാൻ തുടങ്ങിയത് മൂലം ഞങ്ങൾക്ക് ഹിന്ദി മാത്രമായിട്ട് കൊണ്ടുപോകാൻ വയ്യാത്ത ഒരു സാഹചര്യം ആയതുകൊണ്ട് ഇംഗ്ലീഷിലാണ് ഇപ്പോൾ 1-2 വർഷത്തിൽ കൂടുതലായി ഇംഗ്ലീഷിലാണ് ആരാധനകളൊക്കെ നടക്കുന്നത്. പക്ഷേ കൂടുതലും ഹിന്ദിക്കാരായിട്ടുള്ള സഹോദരന്മാരുടെ ഫാമിലീസ് ആണുള്ളത്. അതിൻ്റെ ലീഡ് പാസ്റ്ററായിട്ട് പാസ്റ്റർ എൻ്റെ മോൻ പാസ്റ്റർ വിൽസൺ എബ്രഹാം ചർച്ചിന്റെ പേര് ഗുഡ് ഷെപ്പേർഡ് ഫെലോഷിപ്പ് എന്നാണ് ഇവിടെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഡോക്ടർ വിൽസൺ അവിടെ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ പിതാക്കന്മാരുടെ ഒരു ലെഗസി അതെല്ലാം ഉണ്ട്. എങ്ങനെ ഈ മിനിസ്ട്രിയിലോട്ട് വന്ന് ഇവിടെ അമേരിക്കയിൽ ജനിച്ചു വളർന്ന അല്ലെങ്കിൽ പോലും ഇവിടെ ഒരു നന്നേ ചെറുപ്പത്തിൽ ഇവിടെ എത്താൻ സാധിച്ചു? അങ്ങനെ വന്ന സാധാരണ ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ മിനിസ്ട്രി ഓറിയൻറ്റഡ് ആയിട്ട് പോകുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എങ്ങനെ സാധിച്ചു അത്? എനിക്ക് മിക്സ് ഇംഗ്ലീഷ് ആൻഡ് മലയാളം. ചെറുപ്പം തൊട്ട് രാജസ്ഥാനിലാണ് ജനിച്ചതൊക്കെ. ഐ വാസ് ബോൺ ഇൻ ജാർമേസ് സ്ഥലത്തായിരുന്നു പഠിച്ച്. ഞാൻ 10th കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത്. 11th തുടങ്ങിയപ്പോഴാണ് 2001 ഇങ്ങോട്ട് വന്നത്. അപ്പോൾ വന്നപ്പോൾ ഐ ന്യൂ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചെറുപ്പം തൊട്ട് പാഴ്സണലിലാണ് ജനിച്ചതും വളർന്നതും എല്ലാം. സോ ആ കൺവിക്ഷൻ ഓഫ് ദ വർക്ക് ഓഫ് ഗാഡ്, കൺവിക്ഷൻ ഓഫ് എ മിഷണറി ലൈഫ്. ഞങ്ങളുടെ വീട്ടിലൊരു കാര്യമുള്ളത്, എപ്പോഴും ഞങ്ങൾ ഗ്രൂപ്പ് ഫാമിലി, ലാർജ് ഫാമിലി ആയിട്ടാണ് താമസിച്ചത്. സെയിം ഒരു 2 room ഹൗസിലാണ് താമസിച്ചത് പാഴ്സണലിൽ. അപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ട്, നമ്മുടെ സ്റ്റോറീസ് എപ്പോഴും അപ്പച്ചനും അമ്മച്ചിയും പപ്പയും പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഈ അപ്പച്ചൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്ക് ചെറുപ്പം തൊട്ട് അറിയാം, വലിയ അപ്പച്ചൻ്റെ കാര്യങ്ങളും. അതുമാത്രമല്ല, എനിക്ക് ഈ സ്റ്റോറീസ് ഭയങ്കര ഇഷ്ടമായിരുന്നു ചെറുപ്പം തൊട്ട്. അപ്പച്ചൻ ഞങ്ങളുടെ വീട്ടിൽ രാജസ്ഥാനിൽ ഈ മലയാളം മനോരമ നാട്ടിൽ നിന്ന് കിട്ടുമായിരുന്നു. അപ്പോൾ ഞാൻ ചെറുപ്പം തൊട്ടുള്ളപ്പോൾ അപ്പച്ചൻ എന്നെ മടിയെടുത്തിട്ട് വായിക്കും. വീരപ്പൻ്റെ കഥയും നാട്ടിലത്തെ കരുണാകർ ചീഫ് മിനിസ്റ്റർ ആയിരുന്നു ഫോർ സം റീസൺ. അപ്പോൾ ഇങ്ങനെ എല്ലാം വായിച്ചുകൊണ്ടിരിക്കും മലയാളം. അപ്പോൾ അങ്ങനെ ഞാൻ മലയാളം പഠിച്ചത്. എനിക്ക് മലയാളം എഴുതാനും വായിക്കാൻ അറിയത്തില്ല, എന്നാലും ഐ ക്യാൻ സ്പീക്ക് ഇനഫ്. അപ്പോൾ അങ്ങനെ സ്റ്റോറീസ് ഐ ഓൾവേസ് റിമെമ്പർ. ആ സ്റ്റോറീസിന് കൂടെ ഭയങ്കര ബാക്ക് നമ്മുടെ ഹൂ വി ആർ, നമ്മുടെ ഐഡന്റിറ്റി, പെൻറ്റക്കോസ്റ്റൽ ഐഡന്റിറ്റി, ചെറുപ്പം തൊട്ട് ക്രിസ്ത്യൻ ഐഡന്റിറ്റി. പിന്നെ അത് പറഞ്ഞു വരുമ്പോൾ ആ പറഞ്ഞതുകൊണ്ട് ഞാൻ ഒന്ന് ആഡ് ചെയ്യാണ്. ഈ നമ്മളുടെ ജനറേഷന് പറ്റിയ ഏറ്റവും വലിയൊരു പരാജയം, നമ്മുടെ പിതാക്കന്മാർക്ക് അവർ പരാജയപ്പെട്ടു എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്, ചെറിയ പാളിച്ചകൾ സംഭവിച്ചു പോയത് ഈ പുതിയ തലമുറയ്ക്ക് ഈ പഴയ കഥകൾ പറഞ്ഞു കൊടുക്കാൻ ആരും തയ്യാറായില്ല. നമ്മളുടെ സൺഡേ സ്കൂൾ പുസ്തകങ്ങളിൽ
എങ്ങനെയാണ് IPC ഉണ്ടായത്, അല്ലെങ്കിൽ ആരാണ് ഇതിന് നേതൃത്വം കൊടുത്തത്, പിതാക്കന്മാരുടെ കഥകൾ എന്തൊക്കെയാണ്, അവരെന്തൊക്കെയാണ് പഠിപ്പിച്ചത്, അല്ലെങ്കിൽ അവരെങ്ങനെ ആണ് ആ സാഹചര്യങ്ങളെ നേരിട്ടത്, ഇതൊന്നും പഠിപ്പിക്കുന്നില്ല. നമ്മൾ ഓഫ് കോഴ്സ് ബൈബിള് പഠിപ്പിക്കുന്നുണ്ട്, പക്ഷേ ഇതിനും വലിയൊരു പ്രാധാന്യമുണ്ട്. ഇപ്പം ഈ കഥകൾ പറഞ്ഞു കിട്ടിയ ആ ഒരു അനുഭവം വെച്ച് കൈമാറി വന്ന ഒരു ജനറേഷനുകളിലേക്ക് കൈമാറി വന്ന ജീവിതാനുഭവങ്ങളുടെ ഒരു തുടർച്ചയാണല്ലോ ഇപ്പോൾ സംഭവിച്ചേക്കുന്നത്. പേഴ്സണൽ ഗ്രോത്ത്, പേഴ്സണൽ സാൽവേഷൻ എക്സ്പീരിയൻസ് ദൈവം തന്നു ഇൻ മൈ ഏർലി ഇയേഴ്സ്. പക്ഷേ അതുകൂടാണ്ട് എക്സാമ്പിൾ അറ്റ് ഹോം, ഇപ്പോൾ അപ്പച്ചനും അമ്മച്ചിയും അവരുടെ പാസ്റ്ററൽ ലൈഫ്, പപ്പ മമ്മിയുടെയും ലൈഫ്, പപ്പ ബൈബിൾ കോളേജിൽ പഠിപ്പിക്കുമായിരുന്നു, അപ്പച്ചനും അമ്മച്ചി എല്ലാ ദിവസവും വി വർ ബിസി വിത്ത് സെർവിങ് ദ ലോർഡ്. അപ്പോൾ ടു സീ ലൈഫ് ലിവ്ഡ്, നോട്ട് ജസ്റ്റ് സ്പോക്കൺ, അതാണ് ശരിക്കും ഞാൻ എല്ലാവരോടും പറയുന്നത്. ഇത് ജസ്റ്റ് കേട്ടതല്ല, ഞാൻ കണ്ടതാണ്. അപ്പച്ചനും അമ്മച്ചി രാവിലെ തൊട്ട് പപ്പയും അമ്മയും ഇവർ എല്ലാ ദിവസവും ഹൗ ദേ ആർ സെർവിങ് ദ ലോർഡ് ആൻഡ് ദേ ഗേവ് ഗുഡ് എക്സാമ്പിൾ. അപ്പോൾ ഞാൻ അമേരിക്ക വന്നപ്പോൾ എനിക്ക് ചെറുപ്പം തൊട്ടൊരു ഇതുണ്ടായിരുന്നു, പിന്നെ എനിക്ക് ദൈവ വലിയം ഉണ്ടായിരുന്നു, പ്രവചനം എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ മൈ ഡീപ് ഡിസയർ വാസ് ഐ വാണ്ട് ടു സെർവ് ദ ലോർഡ്. ദിസ് ഗാഡ് ഇസ് എ ഗുഡ് ഗാഡ്, ഹിസ് വേർഡ്, ഈ ദൈവം ഞങ്ങൾ ഇവിടെ വരെ കൊണ്ടുവന്നത്. ആ ഫീലിംഗ് ഡീപ്ലി എനിക്ക് റൂട്ടഡ് ആയതുകൊണ്ട് ഐ വാണ്ടഡ് ടു ഗോ ഇൻ ടു സ്റ്റഡീസ്, ഇൻ ടു ബിബ്ലിക്കൽ സ്റ്റഡീസ്. എനിക്ക് ചെറുപ്പത്തൊട്ട് ഉണ്ടായിരുന്നു, പക്ഷേ ഹൗ ഐ വിൽ ഡു അറിയില്ലായിരുന്നു. പക്ഷേ അപ്പച്ചമ്മച്ചിൻ്റെയും പപ്പമ്മയുടെ കൺവിക്ഷൻ, ഞാനൊരു സ്മോൾ എക്സാമ്പിൾ പറയാം. ഞങ്ങൾ ഈ വീക്ക് ഡേ പ്രയറിൽ പോകത്തില്ലേ, ഫ്രൈഡേ ഈവനിങ് വീടുകളിൽ, ഗവൺമെൻറ്റ്സിൻ്റെ കാര്യമാണ്. അപ്പോൾ അപ്പച്ചനമ്മച്ചി പോകുമ്പോൾ പപ്പ ബൈബിൾ കോളേജിലായതുകൊണ്ട് അപ്പച്ചനമ്മച്ചി കൂടെ ഞാൻ വിക്കാരെല്ലാം ഹൗസ് വിസിറ്റിൽ പോകും. അപ്പോൾ ഒരു ദിവസം ഞങ്ങൾ പ്രയർ മീറ്റിങ്ങിന് ഇറങ്ങുമ്പോൾ നിങ്ങളുടെ വീട് ഒരു ഹില്ലിൻ്റെ മേളിലാണ്, മല്ലിൻ്റെ മേളിലാണ്. അപ്പോൾ സ്കൂട്ടറിലാണ് പോകുന്നത്, അപ്പച്ചനെ ഓടിക്കുക, ഞാൻ ഇടയ്ക്കിരിക്കുക, അമ്മച്ചി പറയുന്നുണ്ട്. അപ്പോൾ താഴെ മീറ്റിങ്ങോട്ട് പോകുന്ന ചോദിക്കുക, അപ്പച്ചന് ബ്രേക്ക് കിട്ടുന്നില്ല. നമ്മുടെ സ്കൂട്ടർ ബജാജ് സ്കൂട്ടറാണ്, ബ്രേക്ക് പോയി. അപ്പോൾ അപ്പച്ചൻ പറയുന്നുണ്ട് ബ്രേക്ക് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മച്ചിയും പറഞ്ഞു എന്താ ചെയ്യുക. അപ്പോൾ ഈ നമ്മൾ സ്പീഡിലാണ് താഴോട്ട് പോകുന്നത്, താഴെ പോയിട്ട് റൈറ്റ് എടുക്കണം ഈ ടൗണിലോട്ട് പോകണമെങ്കിൽ. ബ്രേക്ക് പോയി. ഞങ്ങൾ 3 പേരും, അപ്പച്ചനും ഞാനും ഇടയ്ക്കിപ്പുണ്ട്. ഞാൻ ചെറിയ കുഞ്ഞ് നേരെ പോയിട്ട് വണ്ടി ക്രാഷായി, സ്കൂട്ടർ. ഞങ്ങൾ 3 പേരും വീണ്. അപ്പച്ചൻ ചോദിച്ചു ഹൗ ആർ യു ബോത്ത് ഡൂയിങ്. അമ്മച്ചി കുഴപ്പമില്ല, ഞാനിങ്ങനെ കരയാൻ തുടങ്ങി ഒത്തിരി. ബിക്കോസ് താങ്ക് ഗോഡ് വണ്ടി ഒന്നും വന്നില്ല, റോഡിലാണ് നടക്കുക ഇങ്ങനെ നടക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ അപ്പച്ചൻ എഴുന്നേറ്റു. അപ്പച്ചൻ ചെറിഞ്ഞു സ്കൂട്ടർ ഓണാക്കി തിരിച്ച് കിക്ക് സ്റ്റാർട്ട് ചെയ്ത് പറഞ്ഞു പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത് അമ്മച്ചി ചോദിച്ചപ്പോൾ പറഞ്ഞു മീറ്റിങ്ങിലോട്ട് പോവാം. അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങളുടെ ബ്രേക്കില്ല, നമ്മളിപ്പോൾ വീണുള്ളോ, ഇങ്ങനെ തുണിയല്ല ഇങ്ങനെ. അപ്പോൾ അല്ല, വി ആർ നോട്ട് മിസ്സിങ് ദ മീറ്റിംഗ്, വി ഹാവ് ടു ഗോ, നമ്മുടെ പ്രയർ മീറ്റിംഗ് തുടങ്ങാൻ സമയമായി. അപ്പോൾ അന്ന് ഞാൻ മനസ്സിലാക്കിയത് ഹൗ ഇമ്പോർട്ടൻറ്റ് സെർവിങ് ദ ലോർഡ് ഈസ്. ഒരു അപകടം ഉണ്ടായിട്ട് പോലും അതിനെ മുടക്കാതെ പോയി അത് ചെയ്യാൻ. So for a young person like me, those stories showed me this is a true God, this is who we serve, he is worthy. So for me, my growth, I would say, watching them living their life, other good and my own experiences. Okay, ഈ അടുത്തിടയ്ക്ക് എ ജനറേഷൻ അറ്റ് ദ ഡോർ എന്ന് പറഞ്ഞൊരു ബുക്ക് പബ്ലിഷ് ചെയ്തു. കയ്യിലുണ്ടല്ലോ. ഓക്കെ, എന്താ ആ ബുക്കിൻ്റെ കണ്ടന്റ് എന്തോ? So the book, the content is അമേരിക്ക വന്നപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ ചർച്ചകളിലായി കൂടിക്കൊണ്ടിരുന്നത്. So my experience is that a lot of the people I grew up here in, my friends, ഒരു certain ഏജ് കഴിയുമ്പോൾ അവർ ചർച്ച് വരുന്ന ബന്ധം വിട്ടു പോകുക. നമ്മുടെ ഇന്ത്യൻ പെന്തക്കോസ്റ്റൽ മലയാളി ചർച്ചകളുടെ കാര്യം പറഞ്ഞത്. അപ്പോൾ ഞാൻ എൻ്റെ കുറേ ഫ്രണ്ട്സ് അങ്ങനെ പോയി. പിന്നെ അതുകൂടാണ്ട് ഞാൻ റീസെൻ്റ്ലി ഫ്യൂ ഇയേഴ്സ് അഗോ ഐ വാസ് ദ ചെയർമാൻ ഫോർ CCF എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ ഉണ്ട്, ഷിക്കാഗോ ക്രിസ്ത്യൻ ഫെലോഷിപ്പ്. അപ്പോൾ അതിനകത്ത് ഇരുന്നപ്പോൾ കുറേ യങ്സ്റ്റേഴ്സായിട്ട് സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ കുറേ ഇഷ്യൂസ് സ്റ്റാർട്ടഡ് കമ്മിങ് അപ്പ്, വാട്ട് ദേ ആർ ഫേസിങ് ആൻഡ് വൈ ദേ ആർ ലീവിങ്. അപ്പോൾ ഞാൻ സംസാരിച്ച് വന്നപ്പോൾ കുറേ സ്റ്റോറീസ് എനിക്ക് മനസ്സിലായി വാട്ട് ഈസ് ഹാപ്പനിങ്. അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ അമേരിക്ക വന്നപ്പോൾ ഞാൻ എൻ്റെ ഹൈസ്കൂൾ കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഐ വെൻറ്റ് ടു നഴ്സിംഗ് ബിക്കോസ് മൈ ഡിസയർ വാസ്, ഇപ്പോൾ നാട്ടിലെല്ലാവരും മിനിസ്ട്രി ഫുൾ ടൈം പോകുന്നുണ്ട്, ഞാൻ വെച്ചാൽ ഫുൾ ടൈം പോയാലും ഐ നീഡ് സം വേ ഓഫ് സപ്പോർട്ടിങ് മൈ സെൽഫ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ നഴ്സിംഗ് പോയി. ഇപ്പം നഴ്സിംഗ് ഞാൻ നൈറ്റ് ഷിഫ്റ്റ് നഴ്സിംഗ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ സെമിനാറിൽ പോയി, ട്രിനിറ്റി ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റി, ദാറ്റ് ഇസ് ട്രിനിറ്റി ഇവാഞ്ചലിക്കൽ ഡിവിനിറ്റി സ്കൂളിൽ പോയിട്ട് എൻ്റെ MDiv എൻ്റെ ഡോക്ടർ സ്റ്റഡീസ് അവിടെ ഞാൻ ചെയ്തത്. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ഇഫ് ഐ എം ഗോയിങ് ടു ഡു മൈ റീസെർച്ച്, മൈ ഡോക്ടറൽ പ്രോഗ്രാം, let me do the research on this area because many of our youngsters are leaving the churches. അതിപ്പോൾ ഷിക്കാഗോ മാത്രമല്ല, it's a story all across the United States. അപ്പോൾ I did my research on why they're leaving. I surveyed and interviewed
ഓവർ 45-47 ആൾക്കാർ വിട്ടുപോയ ആൾക്കാരനെ ഞാൻ കണ്ടുപിടിച്ച് ചർച്ചിൽ നിന്ന് വിട്ടുപോയ യങ്സ്റ്റേഴ്സിനെ അവരിപ്പോ യങ്സ്റ്റേഴ്സില്ല, അവർക്ക് കുഞ്ഞുങ്ങളൊക്കെ ആയി. പക്ഷെ ഐ റീച്ച്ഡ് ഔട്ട് ടു ദം. ഐ സെഡ് anonymously, I want you to tell me what is the reason you left our community. അപ്പോൾ അങ്ങനെ വന്ന് റിസർച്ച് ചെയ്ത് വന്നതാ ഈ ബുക്ക്. അപ്പോൾ എൻ്റെ മെൻറ്റർ ഡോക്ടർ സാം ജോർജ് എന്ന് പറഞ്ഞ ഫേമസ് ഡയാസ്പോറ സ്റ്റഡി എക്സ്പെർട്ട്, ഹി സെഡ് യു ഷുഡ് പെർസ്യൂ ദിസ്. അപ്പോൾ അങ്ങനെ റിസർച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ സബ്മിറ്റ് ചെയ്ത് 2 years agoൻ്റെ കാര്യമായത്. പക്ഷേ ഐ നെവർ പബ്ലിഷ്ഡ് ഇറ്റ് ഇൻ ടു എ ബുക്ക്. For this, maybe a month ago, I just released it in Amazon, this book called. So this has all the reasons why our second generation has left the church. എല്ലാവരും പോയിട്ടില്ല. I also stayed, but many reasons are there why people left. Dr. Wilson, what is the main reason they are leaving the church? The main reason, there are many reasons. The top one is lack of spiritual growth. A lack of spiritual growth, the deep at the chamber. One of the reasons is second generation did not receive the spiritual nourishment like the first generation was receiving. അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ലാംഗ്വേജ് ഇഷ്യൂസ് ഉണ്ട്, കൾച്ചറൽ ഇഷ്യൂസ് ഉണ്ട്, റോൾ മോഡൽ ഇഷ്യൂസ് ഉണ്ട്, 2-3 കാര്യങ്ങളുണ്ട്. So that was the first thing. അത് 47% ആൾക്കാർ പറഞ്ഞത് that was the reason why they left. Excuse me. Second reason വന്നത് church politics. 45% പിള്ളേരല്ല, they are older now. They said they left because a lot of fights, church splits. ഈ ചർച്ച് സ്പ്ലിറ്റൊക്കെ ആകുമ്പോൾ ഈ പിള്ളേരാണ് സഫർ ചെയ്യുന്നത്. അപ്പോൾ ഫ്രണ്ട്സായിട്ട് സെയിം സൺഡേ സ്കൂൾ പോകുമ്പോൾ സഡൻലി ദെൻ ദേ ഹാവ് ടു ഗോ ടു എ ന്യൂ പ്ലേസ്, പിന്നെ അവിടുന്ന് അനദർ പ്ലേസ്. സോ ദാറ്റ് വാസ് ദ സെക്കൻഡ് തിങ്. തേർഡ് തിങ് വാസ് ലൈഫ് സ്റ്റൈൽ ഇഷ്യൂസ്. ലൈഫ് സ്റ്റൈൽ ഇഷ്യൂസിൽ വരുന്നത് ജ്വല്ലറി ഇഷ്യൂ, റോൾ മോഡൽ ഇഷ്യൂസ്. ഫോർ എക്സാമ്പിൾ, ഞാൻ ഒരു 20 years മുമ്പത്തെ കാര്യങ്ങൾ പറയാം. ആ സമയത്തേക്ക് കുറച്ചും കൂടി സ്ട്രിക്റ്റ് ആയിരുന്നു നമ്മുടെ ചർച്ചകൾ. മീൻസ് ഇപ്പോൾ ഞാൻ കേട്ടത് ഇവർ പറയുന്നത് ജ്വല്ലറിയൊക്കെ എക്സ്ട്രീംലി പ്രൊഹിബിറ്റഡ് ആയിരുന്നു. യു കനോട്ട് ടേക്ക് കമ്മ്യൂണിയൻ വിത്ത് ഇറ്റ്, യു കനോട്ട് ടേക്ക് ബാപ്റ്റിസം. അപ്പം അങ്ങനത്തെ സ്ട്രോങ് സ്റ്റാൻഡ് നമുക്കുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം കുറേ പിള്ളേർ പറഞ്ഞു that was very difficult for them. And then church was very much focused on first generation. അപ്പോൾ second generation leadership ഇല്ലായിരുന്നു. ഫോർ എക്സാമ്പിൾ ഇംഗ്ലീഷിൽ ചർച്ച് സർവീസ് അവർക്ക് കിട്ടുന്നത് ഓൺലി ഇംഗ്ലീഷ് ദേ ഗോട്ട് വാസ് സൺഡേ സ്കൂൾ. അപ്പോൾ ഞാൻ ചോദിച്ചത് നിങ്ങൾക്ക് ട്രാൻസ്ലേഷൻ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ പറഞ്ഞു ട്രാൻസ്ലേഷൻ വാസ് ദെയർ, പക്ഷേ ഇറ്റ് ഈസ് നോട്ട് ഇനഫ് സ്പിരിറ്റ്. അപ്പോൾ ഒരാൾ ഇതിനകത്ത് ഞാൻ കുറേ കോട്ട്സ് ഇട്ടിട്ടുണ്ട് അനോണിമസ് ആയിട്ട്. ഒരാൾ പറഞ്ഞത് മൈ സ്പിരിച്വൽ ഗ്രോത്ത് ഹാപ്പൻ ബൈ ബിറ്റ്സ് ആൻഡ് പീസസ് ഓഫ് വാട്ട് ഐ കുഡ് ഗ്യാദർ ഫ്രം ചർച്ച്, ഫ്രണ്ട്സ്, ഹോം ആൻഡ് കോളേജ്. അങ്ങനെ അവരുടെ സ്പിരിച്വാലിറ്റി ഗ്രോ ചെയ്തു. എനിവേ, ദിസ് ഈസ് മൈ സ്മോൾ അറ്റംപ്റ്റ് on what I found from my research. So the research is actually based on the Malayali churches. Malayali churches. I limited it to all the Malayali churches based on where I'm located. But this is applicable to many cities, not just US, even England, London, Sydney, like where the churches are growing. This is very applicable. So, ഞാനകത്ത് കുറച്ച് solutions അല്ല, what I could find out was some things that may help. One of them is culture. So one of them, what is interesting now, oru karyam interesting, I didn't know this until I did the research. Majority of the children did not leave for doctrine issues. Doctrine വെച്ചുകൊണ്ടല്ല. അടുത്തൊരു ചോദ്യം അതിനകത്തുനിന്ന്, ഈ പോയവരിൽ ആരെങ്കിലും തിരിച്ചു വന്നിട്ടുണ്ടോ? അത് തിരിച്ചു വരാനുള്ളൊരു സാധ്യതയുണ്ടോ? വന്നിട്ടുണ്ട്. ഇൻ കൊറിയൻ, നമ്മുടെ കൾച്ചറിൽ മാത്രമല്ല ഇത് ഇഷ്യൂ. ഈ കൊറിയൻസും ചൈനീസുകാർക്കും അമേരിക്കൻ ചർച്ചിൽ ഈ സെയിം പ്രോബ്ലം ഉണ്ടായിരുന്നു. there is a terminology they use, boomerang effect. Boomerang എന്ന് പറഞ്ഞാൽ it's a thing that goes and comes back. അപ്പോൾ ഈ സെക്കൻഡ് ജനറേഷൻ ഹു ലെഫ്റ്റ്, അവർ ഫാമിലി ആയി കഴിഞ്ഞിട്ട് അവർക്ക് പിള്ളേരായി തുടങ്ങിയപ്പോൾ, കുഞ്ഞുങ്ങളായി തുടങ്ങിയപ്പോൾ, they started realizing they need Indian cultural some values. because അവർ അമേരിക്കൻ ചർച്ചിൽ പോയാലും, ഞാൻ എൻ്റെ സർവേയിൽ പറഞ്ഞത് 51%, almost 52% are saying they still miss the Indian Pentecostal church. മിസ് ചെയ്യാൻ കാര്യം കമ്മ്യൂണിറ്റി മിസ് ചെയ്യുന്നുണ്ട്. അമേരിക്കൻ ചർച്ചിൽ ആ കമ്മ്യൂണിറ്റി കിട്ടുന്നില്ല, ആ സെയിം സെൻസ് ഓഫ് സപ്പോർട്ട് കിട്ടുന്നില്ല. സ്പിരിച്വൽ നറിഷ്മെൻറ്റ് കിട്ടുന്നുണ്ട്, പക്ഷേ ദാറ്റ് ഇസ് നോട്ട് ദെയർ. അപ്പോൾ ഞാൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചു, വിൽ യു എവർ കം ബാക്ക്? 30% said yes, we will come back if second generation English leadership ഉണ്ടെങ്കിൽ വരാം, കൾച്ചർ കുറച്ചും കൂടെ അക്കോമഡേറ്റിംഗ് ആണെങ്കിൽ വരാം. അങ്ങനെ 2-3 കാര്യങ്ങൾ വന്നിട്ടുണ്ട്. സോ ഐ വാസ് സർപ്രൈസ് ബിക്കോസ് ഇപ്പോൾ ഞങ്ങൾ PCNAC കോൺഫറൻസ് കഴിഞ്ഞുള്ളൂ. അപ്പോൾ അതിനകത്ത് വൺ ഓഫ് ദ മേജർ സ്പീക്കേഴ്സ്, പാസ്റ്റർ ജോ തോമസ്, ആക്ച്വലി യൂസ്ഡ് മൈ ബുക്ക് ആസ് in part of his preaching
to show that there are some things we can do in our community to welcome the second generation and not let them leave if they don't have to. ഡോക്ടർ വിൽസൺ, നിങ്ങളുടെ ഫാമിലിയെക്കുറിച്ചുള്ള വിൽസൻ്റെ ഒരു ഇപ്പോൾ നാലാം തലമുറയിൽ നിങ്ങൾ കർത്താവിൻ്റെ വേല ചെയ്യുന്നു, അല്ലെങ്കിൽ സുവിശേഷ വേലയിലായിരിക്കുന്നു. അപ്പം അതിനെക്കുറിച്ച് ഉള്ള മനസ്സിലുള്ള ഒരു ആത്മാഭിമാനമാണോ, എന്താ എങ്ങനെ ഒരു പ്രൈഡ് ഉണ്ടോ ആ കാര്യത്തിൽ? I'm humbled. I'm really, to be honored, humbled and ഞാൻ പ്രൈഡ് എന്ന് ഉപയോഗിച്ചത് നെഗറ്റീവായിട്ടല്ല, ആ ഒരു ലെഗസിയിൽ I'm humbled and honored that God has chosen to give us that legacy for us. ഇപ്പോൾ ഞങ്ങൾക്ക്, my wife is Greta doctor. She is a NP, nurse practitioner ആയിട്ട് US നേവിയുടെ കൂടെ ചെയ്യുന്നത്. അപ്പോൾ ഞാനത് ക്വിക്ക് ഒരു ടെസ്റ്റിമോണിയും കൂടെ പറയാം. ഞങ്ങൾക്ക് 7 years ആയിട്ട് ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു കല്യാണം. ഓക്കെ. ആൻഡ് ഞങ്ങളോട് ഡോക്ടേഴ്സൊക്കെ പറഞ്ഞു യു വിൽ നെവർ ഹാവ് ചിൽഡ്രൻ. അതിൻ്റെ ടെസ്റ്റിമോണി ഞങ്ങൾ യൂട്യൂബിൽ കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇരുന്ന സമയത്ത് ഞങ്ങൾ പ്രാർത്ഥിച്ചു, God, this is a generational blessing that we are following. Are you going to cut this off? ഇങ്ങനെ അടുത്ത ജനറേഷന് പാസ് ഓവർ ഉണ്ടോ ഇല്ലയോ എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ God did a miracle. After 78th year ഞങ്ങളുടെ ആദ്യം first born Elijah, and within 1.5 years second one Paul, and recently third baby boy Joseph. ഇപ്പോൾ 1 year ആയിട്ടില്ല, ഇപ്പോൾ 3 മക്കളെ ദൈവം അങ്ങനെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അവർ ആക്ച്വലി 5th generation in this legacy. So to your question, humbled and honored, but also comes with a lot of responsibility. Because I feel like if God has given us this privilege comes with a lot of responsibility. Responsibility, but I have to make sure they walk in the way of the Lord. When I say I, me and my wife, ഞങ്ങളുടെ എല്ലാ ദിവസം പ്രാർത്ഥിക്കുന്നത് they should stay in the Lord. അപ്പോൾ ഈ ബുക്ക് ഞാൻ എഴുതിയത് അതും കൂടെ ചിന്തിച്ചുകൊണ്ടാണ്. ഇപ്പം ഞങ്ങളുടെ മക്കൾ ഈ സെയിം കൾച്ചറിലാണ് ഗ്രോ അപ്പ് ചെയ്യുന്നത്. വാട്ട് ഇസ് ദെയർ ഫ്യൂച്ചർ ഗോയിങ് ടു ബി ലൈക്ക്? പെന്റക്കോസ്റ്റലിസം അല്ലെങ്കിൽ ക്രിസ്ത്യൻ ഫെയ്ത്തിൽ ഹൗ ആർ വി ഗോയിങ് ടു കണ്ടിന്യൂ? ഞങ്ങളുടെ my desire is that they will walk in the ways of the Lord. ഞാൻ നഴ്സിംഗ്, ഞാൻ പറഞ്ഞതിന് മുമ്പ് നഴ്സിംഗ് ഞാൻ കുറേ വർഷം ചെയ്ത് കഴിഞ്ഞ് I left nursing, then I went to chaplaincy. പപ്പയും ഫുൾ ടൈം chaplain many years. അപ്പോൾ ഞാൻ chaplain-ആയിട്ട് 2 ഹോസ്പിറ്റലിൽ ചെയ്യുന്നുണ്ട്, അത് കൂടെ പാസ്റ്റർ മിനിസ്റ്റർ ചെയ്യുന്നുണ്ട്. This is your second. This is my actually first book. This is the first book because ഞാൻ മലയാളം എനിക്ക് വായിക്കാൻ അറിയത്തില്ല. അപ്പച്ചൻ്റെ ജീവചരിത്രം ഓൾറെഡി മലയാളത്തിലുണ്ട്. ഡോക്ടർ വിൽസൺ വർക്കി ഒരെണ്ണം എഴുതിയിട്ടുണ്ട്, അത് വേറൊരു പാസ്റ്ററും കൂടി എഴുതിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് വായിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ ചിന്തിച്ചു ഞങ്ങളുടെ മക്കള് ഗ്രോ അപ്പ് ചെയ്യുമ്പോൾ അവർക്ക് ഈ സ്റ്റോറീസ് ഒന്നും അറിയത്തില്ല. അപ്പം ഞാൻ പറഞ്ഞില്ല, അപ്പച്ചനും പപ്പ ഞങ്ങളോട് സ്റ്റോറീസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരോട് സ്റ്റോറീസ് പറയണമെങ്കിൽ വി നീഡ് ടു നോ ദ സ്റ്റോറീസ്. സോ ഞാൻ അപ്പച്ചനോട് കുറേ ഇരുന്ന് സംസാരിച്ചു, കുറേ അപ്പച്ചൻ്റെ ജേർണൽസ് ഒക്കെ നോക്കി. പിന്നെ നൗഡേസ് യു ഹാവ് ഗൂഗിൾ ട്രാൻസ്ലേഷൻ. അപ്പോൾ അപ്പച്ചൻ്റെ ജേർണൽസ് ഒക്കെ ഞാൻ സ്കാൻ ചെയ്തപ്പോൾ കുറേയൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്ത് കിട്ടി കുറേയൊക്കെ. അപ്പോൾ അങ്ങനെ എഴുതിയത് 2024 I released this book called A Light on the Hill, Story of Appachan Ammachi's Missionary Life in Rajasthan. It has the full story. അപ്പോൾ അത് കഴിഞ്ഞിട്ട് this year was this book. ഓക്കെ. ഇവിടെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് വ്യാപരിക്കുന്ന ദൈവകൃപയുടെ പ്രദർശനശാലയായ ഒരു കുടുംബത്തിലാണ് നമ്മൾ ഒന്നിച്ച് ആയിരിക്കുന്നത്. 3 തലമുറകൾ ഒന്നിച്ചിരിക്കുന്നു. അവരുടെ ഒരു അടുത്ത ജനറേഷനെ കുറിച്ച് കൂടെ ഡോക്ടർ വിൽസൺ നമ്മളോട് പറഞ്ഞിരിക്കുന്നു. ഇതിനു മുൻപൊരു തലമുറ ഉണ്ടായിരുന്നു. അങ്ങനെ 5 തലമുറകളുടെ ദൈവാനുഗ്രഹങ്ങളുടെ ഒരു തുടർച്ച നമ്മളിവിടെ കാണുകയാണ്. ദൈവം അങ്ങനെ ഒരു കുടുംബത്തെ നമ്മുടെ മുൻപിൽ ഒരു മാതൃകയായി നമുക്ക് കാണിക്കുവാൻ സാധിക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ഇങ്ങനൊരു അവസരം ഒന്നിച്ച് ചെലവിടുവാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. താങ്ക് യു അപ്പച്ച. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കൂടുതൽ ആയുസ്സോടെ ആരോഗ്യത്തോടെ ഇരിക്കാൻ കർത്താവ് കൃപ തരട്ടെ, അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. പ്രത്യേകിച്ച് കുര്യൻ ജോസഫ്, കുര്യൻ ഫിലിപ്പ് ഈ കാര്യത്തിൽ എന്നെ വളരെ ഉത്സാഹിപ്പിക്കുകയും പ്രേരിപ്പിക്കുകയും ചെയ്തു. ഞങ്ങൾക്ക് ഒന്നിച്ച് വരുവാനും ഒന്നിച്ച് സംസാരിക്കുവാനും സാധിച്ചാൽ അതിയായ സന്തോഷം. Thank you so much on behalf of our family. Thank you so much for giving us the opportunity, because when people hear, we hope that it encourages them to also serve the Lord as we want our generations to serve the Lord also. May it encourage others also. Thank you so much. Thank you.